കുരുക്ഷേത്രം കൊച്ചി ലോക്സഭാ മണ്ഡലത്തിൽ നിന്നാണ്. എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ തൃക്കാക്കരയിൽ നിന്നാണ് തത്സമയം പ്രേക്ഷകർക്കൊപ്പം ചേരുന്നത്. ഇന്ന് ഇടതുമുന്നണി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. CPM-ന്റെ 15 സ്ഥാനാർത്ഥികൾ, CPI-യുടെ 4 സ്ഥാനാർത്ഥികൾ, കേരള കോൺഗ്രസ് മാണിക്കായി തോമസ് ചാഴിക്കാടനും രംഗത്തിറങ്ങും. കൊച്ചിയിൽ കനത്ത പോരാട്ടമാണ്. സിറ്റിംഗ് MP ഹൈബി ഈഡനും KJ ഷൈനും തമ്മിലുള്ള ഏറ്റുമുട്ടൽ. ഒപ്പം ആം ആദ്മി പാർട്ടി, 2020, BJP, NDA പാർട്ടികളെല്ലാം ഈ തിരഞ്ഞെടുപ്പിന്റെ ചൂടിലേക്ക് ഇറങ്ങുമ്പോൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു മുഴം മുന്നേ ഇടതുമുന്നണി എത്തുമ്പോൾ സിറ്റിംഗ് MP ഹൈബി ഈഡനും ആത്മവിശ്വാസം ഏറെയാണ്. എറണാകുളത്ത് തൃക്കാക്കരയിൽ നിന്നും നമ്മൾ തത്സമയം ചേരുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. റിപ്പോർട്ടർ കുരുക്ഷേത്രം തത്സമയം. വെൽക്കം. ഈ കുരുക്ഷേത്രം തത്സമയ പരിപാടിയിൽ നമുക്കൊപ്പം CPM-ൽ നിന്നും കോൺഗ്രസിൽ നിന്നും BJP-യിൽ നിന്നും നേതാക്കൾ പങ്കെടുക്കുന്നുണ്ട്. ആദ്യം BJP പ്രതിനിധി ഷൈജു KS, മറ്റൊന്ന് കോൺഗ്രസിന്റെ പ്രതിനിധിയായി നമുക്കൊപ്പം ജിൻഡോ ജോൺ, CPM പ്രതിനിധിയായി അഡ്വക്കേറ്റ് KS അരുൺകുമാർ അല്പസമയത്തിനകം നമുക്കൊപ്പം ചേരും. ഒപ്പം ആം ആദ്മി പാർട്ടിയുടെ പ്രതിനിധി സജു പോൾ, സജു പോളും നമുക്കൊപ്പമുണ്ട്. ആം ആദ്മി പ്രവർത്തകരുണ്ട്, കോൺഗ്രസിന്റെയും CPM-ന്റെയും BJP-യുടെയും പ്രവർത്തകരും നമുക്കൊപ്പമുണ്ട്. ആദ്യം ജിൻഡോ ജോണിൽ നിന്ന് തുടങ്ങുന്നു. ജിൻഡോ ജോൺ, ഗുഡ് ഈവനിങ്. വളരെ പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പ്, ഇന്ത്യയുടെ ഭാവി തന്നെ നിശ്ചയിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പാണ്. സിറ്റിംഗ് MP ഹൈബി ഈഡന് 1,69,000 സീറ്റിന്റെ ലീഡ് നേടിക്കൊടുത്ത മണ്ഡലമാണ്. എന്നാൽ KJ ഷൈൻ എന്ന ഇടതുമുന്നണി സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കിയിരിക്കുന്നു. ഇന്ന് നരേന്ദ്രമോദി പറഞ്ഞത് 2 അക്കം കടക്കും കേരളത്തിൽ നിന്നുള്ള BJP സാന്നിധ്യം എന്നാണ്. ഹൈബി ഈഡന് ഭീഷണിയുണ്ടോ കൊച്ചിയിൽ? അരുൺ, അതില് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഹൈബി ഈഡന് കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ കൂടുതൽ അനുകൂല തരംഗമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. LDF-ന്റെ സ്ഥാനാർത്ഥി എന്നുള്ളതിനേക്കാൾ അപ്പുറം ഹൈബി ഈഡൻ കഴിഞ്ഞ 5 വർഷക്കാലം എറണാകുളം നിയോജക മണ്ഡലത്തിൽ പാർലമെൻറ്റ് മണ്ഡലത്തിൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, ജനക്ഷേമ പ്രവർത്തനങ്ങളൊക്കെ വിലയിരുത്തിക്കൊണ്ടുള്ളൊരു തെരഞ്ഞെടുപ്പായിരിക്കും നടക്കുന്നത്. മാത്രമല്ല, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെയുള്ള അതിശക്തമായിട്ടുള്ള ജനവിധിയുടെ ഭാഗമായിട്ടുള്ള കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാൾ അധികം ഭൂരിപക്ഷത്തിൽ ഹൈബി ഈഡൻ ജയിക്കാനുള്ള സാധ്യതയാണ് ഉണ്ടാകുന്നത്. എന്താണ് ഹൈബി ഈഡൻ ജയിക്കാനുള്ള കോൺഫിഡൻസ് ആയി നിങ്ങൾ കാണുന്നത്? ജനകീയ പ്രവർത്തനം, മണ്ഡലത്തിലെ സാന്നിധ്യം, മറ്റെന്തെങ്കിലും? തീർച്ചയായിട്ടും ഹൈബി ഈഡൻ എന്ന പേര് തന്നെ വിജയിക്കാനുള്ള ഏറ്റവും വലിയ ഫാക്ടറാണ്. അതുമാത്രമല്ല, അദ്ദേഹം കഴിഞ്ഞ 5 വർഷക്കാലം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ, ഇന്ത്യയിലെ മറ്റൊരു MP-ക്കും സാധിക്കാത്ത വിധത്തിലുള്ള യുവജനങ്ങളെയും സ്ത്രീകളെയും ഒക്കെ കൂട്ടി നിർത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഒരുപാട് നടത്തിയിട്ടുണ്ട്. ഏറ്റവും ഉദാഹരണമായിട്ട് പറയുന്നത് കാലത്തിന് മുന്നേ സഞ്ചരിക്കുന്ന രീതിയിലുള്ള മെൻസ്ട്രുവൽ കപ്പ് പോലെയുള്ള പ്രോജക്റ്റുകൾ, അങ്ങനെ നിരവധിയായിട്ടുള്ള പ്രോജക്റ്റുകൾ. മാത്രമല്ല, ഹൈബി ഈഡൻ്റെ സ്ഥാനാർത്ഥിത്വത്തെക്കാൾ അപ്പുറം കേരളം ഭരിക്കുന്ന പിണറായി സർക്കാരിനെതിരെയും കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിനെതിരെയും കേരളത്തിലെ മുഴുവൻ ആളുകളുടെയും ജനവിധി ഹൈബി ഈഡൻ അനുകൂലമായിരിക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഷൈജു, നോക്കൂ, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയോട് ഇന്ന് രാവിലെ ഞാൻ സംസാരിച്ചു. അദ്ദേഹം ദ്വിമുഖ തന്ത്രമാണ് ഈ തെരഞ്ഞെടുപ്പിൽ പയറ്റാൻ പോകുന്നത്. ഒന്ന്, കേന്ദ്രത്തിൽ നരേന്ദ്രമോദി സർക്കാരിന്റെ ഫാസിസ്റ്റ് നിലപാടുകൾക്കെതിരെ; മറ്റൊന്ന്, സംസ്ഥാന സർക്കാരിന്റെ ഭരണവിരുദ്ധ വികാരം പരമാവധി ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ഹൈബിയുടെ ലക്ഷ്യമിടുന്നത്. എന്ന് പറഞ്ഞാൽ കൊച്ചി മണ്ഡലത്തിലെങ്കിലും NDA-ക്ക് ഇക്കുറിയും വലിയ രീതിയിൽ വോട്ട് ഉയർത്തുക സാധ്യമാവില്ല എന്ന സൂചനയാണോ ഹൈബി നൽകുന്നത്? കേരളത്തിൽ മാത്രമല്ല, എറണാകുളം മാത്രമല്ല, ഇന്ത്യ മുഴുവനും ഉണ്ടാകുന്ന ചർച്ച, ഇവിടെ നിന്ന് പോകുന്ന ഹൈബി ഈഡൻ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കന്മാർ ഡൽഹിയിൽ കറങ്ങി നടക്കാൻ വേണ്ടിയുള്ളവരെല്ലാം തെളിയിക്കാൻ വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പാണത്. ഡൽഹിയിലേക്ക് പറഞ്ഞേക്കുന്ന ജനങ്ങളുടെ ആവശ്യങ്ങൾ സഭയ്ക്കകത്ത് പറയാൻ വേണ്ടിയാണ്. സഭയിൽ പ്രശ്നമുണ്ടാക്കി, ബഹളമുണ്ടാക്കി പുറത്തിറങ്ങി കറങ്ങി നടക്കുന്ന ആളുകളെയല്ല ജനങ്ങൾക്ക് വേണ്ടത്. ഭരണപക്ഷത്തോടൊപ്പം നിന്ന് ഇവിടെ ഭരിക്കുന്ന മോദിജി സർക്കാരിനോടൊപ്പം നിൽക്കുന്ന പ്രതിനിധിയാണ് ജനങ്ങൾക്ക് വേണ്ടത് എന്ന് എറണാകുളം പാർലമെൻറ്റ് മണ്ഡലം തെളിയിക്കാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത്. ഒന്ന്, ഞങ്ങൾ ഉയർത്തുന്നത് വികസനത്തിൻ്റെ മുദ്രാവാക്യമാണ്. എല്ലാവരുടെയും വികസനം എന്നുള്ള തന്ത്രമാണ്, ആ മന്ത്രമാണ് മോദിജി പറഞ്ഞിരിക്കുന്ന എല്ലാവർക്കും ഒപ്പം എല്ലാവരുടെയും വികസനം എന്നുള്ള ആ മന്ത്രമാണ് ഞങ്ങൾ ഉയർത്തിക്കാട്ടുന്നത്. ഇപ്പോൾ ഹൈബി ഈഡൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ നാട്ടിൽ എറണാകുളം പാർലമെൻറ്റ് മണ്ഡലം ഉൾപ്പെടെയുള്ള കേരളത്തിൽ എന്ത് വികസനമാണ് നടത്തിയിട്ടുള്ളതെന്ന് വ്യക്തമാക്കാൻ അവർ തയ്യാറുണ്ടോ? ഇപ്പോൾ എറണാകുളത്ത് വികസനം വരുന്നു എന്നുള്ളതല്ല, നാം വികസനത്തിലൂടെ സഞ്ചരിക്കുന്നു. വികസനത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന ഒരു കാലഘട്ടം ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ? 2014 മുമ്പും 2014 ശേഷവും എന്നൊരു കാലഘട്ടം കൂടി നാം പരിശോധിക്കണം. 2014 ഇപ്പോൾ ആം ആദ്മിയുടെ ആളുകൾ ഒരു സമരമൊക്കെ നടത്തി ഇപ്പോൾ നിൽക്കുകയാണ്. കുറേ അധികം ആളുകൾ ആം ആദ്മിയുടെ സഹോദരന്മാരുണ്ട്. 2014 കോൺഗ്രസിൻ്റെ അഴിമതി ഒരു ബ്ലാക്ക് ബോർഡിൽ എഴുതിയാൽ വായിക്കാൻ പറ്റാത്ത അത്രയും വലിയ കോടികളുടെ, അത്രയും പൂജ്യങ്ങളടങ്ങുന്ന കോടികളുടെ അഴിമതിയും അതിനെക്കുറിച്ചുള്ള വലിയ ചർച്ചകൾ നടന്നൊരു കാലഘട്ടത്തിലായിരുന്നു 2014 ഇവിടെ തെരഞ്ഞെടുപ്പ് നടന്നത്.
ഭൂമിയും ആകാശവും പാതാളവും എല്ലാം വിറ്റുതുലച്ച ഒരു കാലഘട്ടം കോൺഗ്രസിന്റെ കാലഘട്ടം ഉണ്ടായിരുന്നു. BJP വന്നപ്പോൾ ഇലക്ട്രൽ ബോണ്ട് വഴി ഒറ്റ പാർട്ടിയിലേക്ക് മാറ്റി, അത്രയല്ലേ ഉള്ളൂ വ്യത്യാസം. ബോണ്ടൊക്കെ അവിടെ നിൽക്കട്ടെ, അതല്ല ഞാൻ പറയുന്നത്. ഇതിപ്പോ ബോണ്ടിനെ കുറിച്ച് പരമോന്നത നീതിപീഠം, സുപ്രീം കോടതിയും മറ്റെല്ലാം അതിനെക്കുറിച്ച് വിശദമായിട്ട് പരിശോധിച്ച് വിലയിരുത്തിയതിനെ കുറിച്ച് വിധിന്യായം പുറപ്പെടുവിച്ചിട്ടുണ്ട്. അവിടെ നിൽക്കട്ടെ. കോൺഗ്രസിന്റെ സാധാരണക്കാരുടെ സാധാരണ ജനങ്ങളുടെ നികുതിപ്പണം കൊള്ളയടിച്ചുകൊണ്ടുള്ള അഴിമതിയെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇവിടെ കോൺഗ്രസ് ഈ കാലം അത്രയും 2014 മുമ്പ് നടത്തിയ അഴിമതി, 2014 ശേഷം ഈ നാട്ടിലുണ്ടായ വികസനം നാം പരിശോധിക്കണം. ഇവിടെ മെട്രോ ട്രെയിൻ വന്നിട്ടുണ്ട്. മെട്രോയിൽ നാം യാത്ര ചെയ്യുമ്പോൾ അതിന്റെ ഉമ്മൻചാണ്ടി പ്രോജക്റ്റ് ആണ്, കേന്ദ്ര പദ്ധതിയാണ് സാർ. അതിൽ 50% കൊടുക്കുന്നത് കേന്ദ്രമാണ്. ഇപ്പോൾ നാം നിൽക്കുന്നത് എറണാകുളത്താണ്. എറണാകുളം നഗരത്തിന്റെ കിഴക്കൻ മേഖല തൃക്കാക്കരയിൽ നിൽക്കുമ്പോൾ ഈ തൃക്കാക്കര നഗരസഭ എന്ന് പറയുന്നത് കോൺഗ്രസ് ഭരിക്കുന്ന നഗരസഭ, ഒരു ബജറ്റ് പോലും പാസ്സാക്കാത്ത ഒരു നഗരസഭയാണ് ആലോചിക്കേണ്ടിയിരിക്കുന്നു. ആ ബജറ്റ് പാസ്സാക്കിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ആ നഗരസഭയ്ക്ക് തുടരാൻ പോലും ധാർമ്മികമായ അവകാശമില്ല. അത്രയും വലിയ അഴിമതി കൊണ്ട് പൊറുതിമുട്ടുന്ന അല്ലെങ്കിൽ അഴിമതി കൊണ്ട് ജനങ്ങൾ മടുത്തൊരു കാലഘട്ടം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ എം പിയെ കുറിച്ച് പരാമർശിക്കുകയാണെങ്കിൽ ഇവിടെ എം പി എന്ത് വികസനം കൊണ്ടുവന്നു എന്ന് അദ്ദേഹത്തിന് പറയാൻ സാധിക്കുമോ? ഇവിടെ നമ്മുടെ NH66 66ന്റെ വികസനം നടക്കുന്നു. അത് ഇദ്ദേഹത്തിന്റെ മികവ് കൊണ്ടാണെന്ന് പറയാൻ സാധിക്കുമോ? എടപ്പള്ളിയിൽ നിന്ന് മൂത്തകുന്നത്തേക്ക് അവിടെ നിന്ന് അങ്ങ് കാസർഗോഡ് വരെ നീളുന്ന ദേശീയപാത എന്തുകൊണ്ടാണ് 40 വർഷക്കാലം ആ പദ്ധതി പൂർത്തീകരിക്കാതെ കിടന്നു? നരേന്ദ്രമോദിജി അധികാരത്തിൽ വരേണ്ടി വന്നു ആ പദ്ധതി പൂർത്തീകരിക്കാൻ വേണ്ടി. തീർച്ചയായിട്ടും ആം ആദ്മി പാർട്ടി നേതാവാണ്, CPM-ന്റെ പ്രതിനിധി വരുന്നതേ ഉള്ളൂ. സാജു പോൾ, വികസനത്തിന്റെയും അഴിമതി വിമുക്തമായിട്ടുള്ളൊരു സർക്കാരിനും വേണ്ടി മോദി സർക്കാരിനെ മൂന്നാമതും അധികാരത്തിലേറ്റു എന്നാണ് നരേന്ദ്രമോദി ഇന്ന് തിരുവനന്തപുരത്ത് പറഞ്ഞത്. 2 അക്കം കേരളത്തിൽ നിന്ന് വരും BJPക്ക് എന്നുള്ളതാണ്. ഇന്നിപ്പോൾ ED-യുടെ റെയ്ഡിന്റെ മുന്നിലാണ് 8ാമത്തെ തവണയും സമൻസ് വാങ്ങിയിരിക്കുകയാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. ഈ രാജ്യം ഒരു മതേതര രാജ്യമായി നിലനിൽക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കണം 2024 നമ്മൾ നേരിടേണ്ടത്. ആ ആശങ്ക നിൽക്കുമ്പോൾ BJP നടത്തിയെന്ന് പറയുന്ന വികസനം 2014 അധികാരത്തിലേറുമ്പോൾ ഇന്ത്യയുടെ പൊതുകടം 54 ലക്ഷം കോടി മാത്രമായിരുന്നു. ഇന്നത്തെ പൊതുകടം എത്രയാണ്? അപ്പോൾ വികസനം ഉണ്ടായത് പൊതുകടത്തിലാണ് എങ്കിൽ ഈ രാജ്യത്ത് ദാരിദ്ര്യം വളർന്നുവെന്ന് ചിന്തിക്കണം, തൊഴിലില്ലായ്മ വർദ്ധിച്ചുവെന്ന് നോക്കണം. ഈ രാജ്യത്ത് എന്ത് വികസനമാണ്, അദാനിക്കല്ലാതെ എന്ത് വികസനമാണ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് ചിന്തിക്കേണ്ടത്. ഡൽഹിക്കും പഞ്ചാബിനും അപ്പുറത്തേക്ക് ആം ആദ്മി പാർട്ടിക്ക് വലിയ വേരുകൾ ഇല്ലാതെ പോയത് എന്തുകൊണ്ടായിരിക്കും? ഡൽഹിക്കും പഞ്ചാബിനും അപ്പുറം വേരുകൾ ഇല്ല എന്ന് പറയുന്നത് പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികളാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയും ഒരു സുപ്രഭാതത്തിൽ ജനിക്കുന്നതല്ല, അത് ഘട്ടം ഘട്ടമായി വളരുന്നതാണ്. ആ വളർച്ച ഇന്ത്യയിൽ ആകമാനം ആം ആദ്മി പാർട്ടിക്കുണ്ട്. അത് കഴിഞ്ഞ 3 സംസ്ഥാനങ്ങൾ നടന്ന തെരഞ്ഞെടുപ്പിൽ നാമമാത്രമാണെങ്കിലും വോട്ടിലൂടെ നാം തെളിയിച്ചതാണ്. ഇപ്പോൾ പല സ്ഥലങ്ങൾ ഛത്തീസ്ഗഡ് മേയർ സ്ഥാനവും ചണ്ഡീഗഡ് ആം ആദ്മി പാർട്ടി മേയറാണ് ഭരിക്കുന്നത്. കുതന്ത്രങ്ങളൊന്നും ഫലിച്ചില്ല. ജിൻഡോ, നേരത്തെ BJP പ്രതിനിധി ചോദിച്ച ചോദ്യം അക്കമിട്ടു പറയാൻ കഴിയുമോ? ഹൈബി ഈഡൻ കൊച്ചി മണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ എന്തിന് ഹൈബിക്ക് വോട്ട് കൊടുക്കണം? പ്രതിഷേധിച്ച് ഡൽഹിയിൽ പോയി ടൂറിസ്റ്റ് പ്ലേസുകൾ കണ്ടുവരാനോ എന്നതാണ് ചോദ്യം. ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് അദ്ദേഹം പറഞ്ഞത് ഡൽഹി കണ്ടു നടക്കാൻ വേണ്ടിയിട്ടല്ല MP-മാരെ വിടുന്നതെന്നാണ്. അതായത് പ്രതിഷേധിച്ച് സസ്പെൻഡ് ചെയ്യപ്പെടുക എന്ന്. എന്തിൻ്റെ പേരിൽ സസ്പെൻഡ് ചെയ്യപ്പെടുന്നത്? അദ്ദേഹം പറഞ്ഞത് പാർലമെൻറ്റിനകത്ത് സംസാരിക്കണം എന്നാണ്. പാർലമെൻറ്റിനകത്ത് നരേന്ദ്രമോദിയുടെ 56 ഇഞ്ച് നെഞ്ചിന് നേരെ നോക്കി സംസാരിച്ചതിൻ്റെ പേരിലാണ് കേരളത്തിൽ നിന്നുള്ള MP-മാരടക്കം ഇന്ത്യയിലെ 150ഓളം MP-മാരെ ഒരു സഭാ സമ്മേളന കാലത്ത് സസ്പെൻഡ് ചെയ്തത്. ഈ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഏറ്റവും വലിയ ഫാസിസ്റ്റ് ഭരണകൂടത്തിൻ്റെ മുഖ്യ ലക്ഷണമാണത്. എന്നിട്ട് നിങ്ങൾ പറയുക ഡൽഹി കാണാൻ പോകുന്നത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കെതിരെ സംസാരിക്കുന്ന MP-മാരെ സസ്പെൻഡ് ചെയ്ത് പുറത്തുവിടുമ്പോൾ അവർ പാർലമെൻറ്റിൻ്റെ പുറത്തല്ലേ പിന്നെ പ്രതിഷേധിക്കാൻ പറ്റുള്ളൂ, അല്ലേ? അപ്പോൾ അത് അവരുടെ ജനാധിപത്യപരമായിട്ടുള്ള അവകാശമാണ്. അതിനപ്പുറത്ത് സായുധ വിപ്ലവത്തിലേക്കൊന്നും കടക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇനിയും ഈ MP-മാർ ഇന്ത്യൻ പാർലമെന്റിനകത്തേക്ക് വരുന്നത് BJPക്കെതിരെ അതിശക്തമായിട്ടുള്ള അവരുടെ ശ്രമങ്ങൾ മുഴുവൻ നടത്തിയിട്ടുണ്ടെന്നുള്ള പൂർണ്ണ ആത്മവിശ്വാസത്തോടെ തന്നെയാണ്. അല്ല നിങ്ങൾക്ക് പറയാൻ പറ്റും ഒരു വികസനത്തിന്റെ ഒരു പ്രതിച്ഛായ നരേന്ദ്രമോദി സർക്കാർ ഇന്ത്യ ഒട്ടാകെ വിതറിയിട്ടില്ലേ? അങ്ങനെ ഒരു പ്രതിച്ഛായയിലാണോ ഈ 3ാമത്തെ തിരഞ്ഞെടുപ്പ് നരേന്ദ്രമോദി അധികാരത്തിൽ വരാൻ പോകുന്നത്? അങ്ങനെ ഒരു സംശയം ജനങ്ങളുടെ ഇല്ലേ? വികസനം ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ കൊച്ചി മെട്രോ, ഇപ്പോൾ താങ്കൾ തന്നെ അത് കറക്റ്റ് ചെയ്തു. ഉമ്മൻചാണ്ടിയുടെ പ്രോജക്റ്റ് ആയിരുന്നു, ഉമ്മൻചാണ്ടി സ്വപ്നം കണ്ട് നടപ്പാക്കിയ പ്രോജക്റ്റ് ആയിരുന്നു. UPSയുടെ പ്രോജക്റ്റ് ആയിരുന്നു, ഉമ്മൻചാണ്ടി സ്വപ്നം കണ്ട് നടപ്പാക്കിയ പ്രോജക്റ്റ് ആയിരുന്നു. UPS പറഞ്ഞാൽ ഈ രാജ്യത്തെ തൊഴിലില്ലായ്മ 45 വർഷത്തെ ഏറ്റവും വലിയ തൊഴിലില്ലായ്മയിലേക്ക് ഈ രാജ്യത്തെ ചെറുപ്പക്കാരെ തള്ളിവിട്ടതാണ് നിങ്ങളുടെ വികസനം. 23 കോടി ആളുകൾ ദാരിദ്ര്യരേഖയ്ക്ക് താഴേക്ക് തള്ളിവിട്ടതാണ് നിങ്ങളുടെ വികസനം. UPA സർക്കാരിൻ്റെ കാലത്ത് 27 കോടി ആളുകൾ ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലേക്ക് കയറിയപ്പോൾ 23 കോടി ആളുകളെ പ്രതിവർഷം 6 കോടി മനുഷ്യരെ ദാരിദ്ര്യരേഖയ്ക്ക് താഴേക്ക് വിടുന്നതാണ് നിങ്ങളുടെ വികസനം. കോവിഡിന് മുമ്പ് പ്രതിദിനം $1 വീതം സമ്പാദിക്കാൻ കഴിയുന്ന ആളുകൾ, സമ്പാദിക്കാൻ പറ്റാത്ത ആളുകൾ 6 കോടിയായിരുന്നെങ്കിൽ അത് കോവിഡിന് ശേഷം 13.5 കോടിയായിട്ട് വികസിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം ആർക്കാണ്? 5% പട്ടിണി താഴ്ന്നിട്ടുണ്ടോ എന്നാണ്.
അരുൺ, നമ്മൾ ഈ അല്ല ഞാൻ പറഞ്ഞു പൂർത്തിയാക്കട്ടെ. നമ്മൾ ഈ രാജ്യത്താണ്. ഡാറ്റ കുക്കിങ്ങിലൂടെ അല്ലാതെ BJPക്കോ BJPയുടെ പ്രതിനിധികൾക്കോ ഒരു ഡാറ്റ പറയാൻ പറ്റുമോ? പക്ഷേ ഞാൻ പറയട്ടെ, ഞാൻ പൂർത്തിയാക്കട്ടെ. സുബ്രഹ്മണ്യം പറഞ്ഞ മറ്റൊരു ഡാറ്റ നമ്മൾ ഉപയോഗിക്കുന്നു പ്രധാനമന്ത്രിക്കെതിരെ. എന്താണ്? ഈ ഫിനാൻസ് കമ്മീഷനെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ട് പ്രധാനമന്ത്രി ഇടപെട്ടു എന്ന് ഇതേ BVR സുബ്രഹ്മണ്യം തന്നെ പറഞ്ഞത്. അതേ BVR സുബ്രഹ്മണ്യമാണ് പട്ടിണിയുടെ കണക്കും പറയുന്നത്. അല്ല, ഞാൻ പറഞ്ഞു വരട്ടെ. CAG റിപ്പോർട്ട് UPA സർക്കാരിന്റെ കാലത്ത് അഴിമതിയെ കുറിച്ച് അദ്ദേഹം പരാമർശിച്ചു പോയി. അന്ന് ഇവർ പരാമർശിച്ച അഴിമതികൾക്കൊക്കെ ആധാരമായിട്ട് ഇവർ പറഞ്ഞു CAG റിപ്പോർട്ടുകളാ. ഇന്ന് CAG റിപ്പോർട്ട് പാർലമെന്റ് സമ്മേളനം കഴിയുന്നത് വരെ, ഇലക്ഷൻ കഴിയുന്നത് വരെ പാർലമെന്റിന്റെ മേശപ്പുറത്ത് വെക്കേണ്ടെന്ന് പറഞ്ഞ സർക്കാർ BJPയുടെ സർക്കാരാ. എന്തുകൊണ്ടാണ് CAG റിപ്പോർട്ടിന് ഇവർ ഭയപ്പെടുന്നത്? അന്ന് ഇവർ CAG റിപ്പോർട്ടാണ് അംഗീകരിക്കേണ്ടതെന്ന് പറയുന്നു. ഇന്ന് എന്തുകൊണ്ട് അത് അംഗീകരിക്കുന്നില്ല? പിന്നെ നിങ്ങൾ അഴിമതി ഇല്ല എന്ന് പറയുമ്പോൾ അന്ന് ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കന്മാർ അഴിമതിയുടെ പേരിൽ അവർ ആക്രമിക്കുമ്പോൾ അതിന് കുറ്റക്കാരായിട്ടുള്ള ആളുകളുണ്ടായിരുന്നു, അല്ലാത്തവരുണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾ കാടടച്ചു വെടിവെച്ചു. ഇന്ന് മുഴുവൻ അഴിമതിയും PM കെയർ ഫണ്ടിലൂടെ, ഇലക്ട്രൽ ബോണ്ടിലൂടെ, കൽക്കരി കുംഭകോണത്തിലൂടെ അദാനിയും അംബാനിയും നരേന്ദ്രമോദിയും കൂടി മൂവർ സംഘമായിട്ട് ഷെയർ ചെയ്തെടുക്കുകയാണ്. ഇന്ത്യയിലെ സാധാരണക്കാരെ കൊള്ളയടിച്ചുകൊണ്ട് മൊത്തത്തിൽ BJPയുടെ ആസ്തി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ശ്രമിച്ചത്. മറ്റു കാലങ്ങളിൽ ഇതിനു മുമ്പ് 10 വർഷങ്ങൾക്ക് മുമ്പ് അഴിമതി ഇന്ത്യയിൽ ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. മറുപടി എടുത്തു വരാം. ഷൈജു, ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടി: 1 അഴിമതിയുടെ കാര്യം, 2 വികസനത്തിന്റെ കാര്യം, 3 പട്ടിണിയുടെ കാര്യം. ആം ആദ്മി പാർട്ടി പറഞ്ഞു വലിയ കോടി അഴിമതി. ഇതിപ്പോ കേന്ദ്രത്തിന്റെ കടം എന്ന് പറഞ്ഞാൽ സംസ്ഥാന സർക്കാരിന്റെ ഒരു കടമാ. താങ്കൾ ഉൾപ്പെടെ കേരളത്തിൽ ജീവിക്കുന്ന ഓരോരുത്തരും 3 ലക്ഷത്തിലധികം കോടി രൂപ കടക്കാരനാണ്. അതുകൂടി കൂട്ടിയാണ് ദേശീയ കടം കണക്കാക്കുന്നത്. അല്ല, ഞാൻ സൂചിപ്പിച്ചത് അപ്പോ കടം. അപ്പോ ഇതിലിപ്പോ ഞാൻ സൂചിപ്പിക്കുന്നത് കേന്ദ്രത്തിന്റെ കടം എത്രയാണ്? 205 ലക്ഷം കോടിയിലേക്ക് കടക്കുന്നു. ഇവിടെ 3 ലക്ഷം കോടി. ഇവിടെ അഴിമതി നടത്തുന്നു, അതുവഴി ജനങ്ങൾ, ഇവിടെ അദാനിക്കും അംബാനിക്കും അതുവഴി ജനങ്ങളുടെ കൊള്ളയടിക്കുന്നു, അതുവഴി കടം കൂടുന്നു എന്നൊരു പരാമർശം ഇവിടെ നടത്തുന്നു. ഇവിടെ പാവപ്പെട്ട ആളുകൾക്ക് ഇത്രയും സഹായകരമായ നിലപാട് സ്വീകരിച്ച ഒരു ഗവൺമെന്റ് ചരിത്രത്തിലുണ്ടായിട്ടുണ്ടോ? 20 ഗഡുക്കൾ പാവപ്പെട്ട കർഷകർക്ക്, 20 ഗഡുക്കൾ 20,000 രൂപ സഹായധനം നൽകിയ ഒരു കാലഘട്ടം പറഞ്ഞോട്ടെ. ഒരു കർഷകൻ കൂടി മരിച്ചു 2ാം സീസണിൽ 700. ഇപ്പോൾ 6ാമത്തെ കർഷകൻ മരിച്ചു. ഇവിടെ സമരം നടത്തുന്നത് ഏതൊക്കെയാണ് നമുക്കറിയാം. ജമ്മു കാശ്മീരിൽ സമരം ഇല്ലാണ്ടായപ്പോ ഈ രാജ്യത്തിന് എതിരായ വികാരം ഉയർത്തിക്കൊണ്ട് രാജ്യത്തിനെതിരായ വിധ്വംസ ശക്തികൾക്കൊപ്പം നിലയുറപ്പിച്ചിരുന്ന ആളുകളൊക്കെ ഇപ്പൊ എവിടെയാണ് കഴിയുന്നത്? കർഷക സമരം യഥാർത്ഥ കർഷകർ ആരാണ് എന്നും കർഷക സമരത്തിന്റെ മറവിൽ ഈ രാജ്യത്തെ തകർക്കാൻ നോക്കുന്നത് ആരാണ് എന്നും ഇവിടുത്തെ എല്ലാവർക്കും അറിയാം, ജനങ്ങൾക്കറിയാം. ജനങ്ങൾക്ക് അത് തെറ്റിദ്ധാരണൊന്നും വേണ്ട. ഇവിടെ ഇദ്ദേഹം സൂചിപ്പിച്ചു ഇവിടെ നമ്മൾ എറണാകുളം പാർലമെന്റ് മണ്ഡലത്തേക്ക് മടങ്ങി വന്നാൽ എറണാകുളം പാർലമെന്റ് മണ്ഡലത്തിൽ വരുന്നതാണ് കൊച്ചി എന്ന് പറയുന്ന നമ്മുടെ കൊച്ചി നഗരസഭ. ഇന്നിപ്പോൾ ഇടതുപക്ഷമാണ് ഭരിക്കുന്നത്. ഈ കൊച്ചി സ്മാർട്ട് മിഷൻ എന്ന് പറയുന്ന പദ്ധതി കൊണ്ടുവന്നത് കേന്ദ്രത്തിന്റെ വിഹിതമല്ലേ, കേന്ദ്ര ഫണ്ടല്ലേ? ഇവിടെ കൊച്ചി സ്മാർട്ട് മിഷൻ രൂപീകരിക്കുന്ന 2014 നരേന്ദ്രമോദി വന്നതിന് ശേഷമാണ്. നഗരങ്ങളെ സ്മാർട്ടാക്കുവാൻ വേണ്ടി കൊണ്ടുവന്ന പദ്ധതിയാണ് ഈ കൊച്ചി. ആദ്യം ആ റാങ്കിങ്ങിൽ 1ാമത് വന്നിരിക്കുകയും കൊച്ചി നഗരസഭയ്ക്ക് ആ പദ്ധതിയിൽ അംഗീകാരം നേടിയെടുക്കുവാൻ സാധിച്ചു. 1010 കോടി രൂപയുടെ പദ്ധതി കൊച്ചി നഗരസഭയ്ക്ക്. 700 കോടി രൂപയുടെ പദ്ധതിയാണ് ഇവിടെ പൂർത്തീകരിച്ചിട്ടുള്ളത്. ഇപ്പോ 2024 പൂർത്തീകരിക്കേണ്ട പദ്ധതി 300 കോടി രൂപ അത് ചെലവാക്കാൻ സാധിച്ചില്ല എങ്കിൽ നമ്മുടെ നഗരം സ്മാർട്ട് ആവുകയില്ല എന്നുള്ളതാണ്. ഇതിനാരാ ഉത്തരവാദിയായിട്ടുള്ളത്? ശരി, അഡ്വക്കേറ്റ് കെ. സെൽകുമാർ, അങ്ങ് അല്പം വൈകിയെങ്കിലും 2 പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ചർച്ച ചെയ്തത്. എന്തുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ കേരളം BJPക്ക് വോട്ട് ചെയ്യണം, കോൺഗ്രസ് വോട്ട് ചെയ്യണം? ചോദ്യം ഇതാണ്: എന്തുകൊണ്ട് കൂടുതൽ MP-മാരെ കേന്ദ്രത്തിലേക്ക് അയക്കണം ഇടതുമുന്നണിയിൽ നിന്നും, അതിൽ കൊച്ചിയിൽ നിന്നും? ഇന്ന് വളരെ സന്തോഷകരമായിട്ടുള്ളൊരു ദിവസമാണ്. കാരണം ഏറ്റവും ആദ്യം തന്നെ LDFന്റെ സീറ്റ് ചർച്ചയൊക്കെ പൂർത്തീകരിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ 20 സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചു. അതിന്റെ നാദങ്ങളാണ് ഈ കേൾക്കുന്നത്, സ്ഥാനാർത്ഥിയെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള. മറ്റു മുന്നണികളൊന്നും തന്നെ ഞങ്ങളുടെ ഒരു 7 അയലക്കത്ത് പോലും എത്തിയിട്ടില്ല. ഇപ്പോഴും മുന്നണി ചർച്ച പോലും പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. NDA ആയാലും 2019 പിന്നാലെ വന്ന UDF ആണ് മുമ്പിൽ പോയത്. പക്ഷെ ആ സാഹചര്യമല്ല ഇന്നുള്ളത്. 2019 ഇപ്പൊ കേരളത്തിൽ നിന്ന് തന്നെ ഒരു പ്രധാനമന്ത്രി വരാൻ പോകുന്നു, ആദ്യമായി കേരളത്തിനൊരു പ്രധാനമന്ത്രിയെ കിട്ടുന്നു എന്ന രൂപത്തിലുള്ള വലിയ പ്രചരണം ഉണ്ടായി. അന്ന് മറ്റ് രാഷ്ട്രീയ സാഹചര്യങ്ങളും 2019 ഉണ്ടായി. ആ സാഹചര്യമല്ല ഇപ്പോഴുള്ളത്. ഇപ്പോൾ ഈ രാജ്യം ഇന്ത്യയായി നിലനിൽക്കണമോ, നമ്മുടെ ഭരണഘടന നിലനിൽക്കണമോ, മതനിരപേക്ഷ കാഴ്ചപ്പാടും ജനാധിപത്യവും പാർലമെന്ററി ജനാധിപത്യവും ഈ രാജ്യത്ത് വേണമോ, ഇന്ന് നാം ജനാധിപത്യത്തിന്റെ മഹോത്സവമായി കാണുന്ന ഈ തെരഞ്ഞെടുപ്പ് ഈ രാജ്യത്ത് വേണമോ, നിലനിൽക്കുമോ എന്നുള്ള വലിയ രാഷ്ട്രീയ ചോദ്യങ്ങളാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. നമുക്കറിയാം, പൗരത്വത്തിന്റെ മാനദണ്ഡം മതമായി മാറാൻ ഒരാഴ്ച മതി. തെരഞ്ഞെടുപ്പ് നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് മാനദണ്ഡം
ചട്ടം വരും. അതുപോലെ തന്നെ ഒരേ രാജ്യം ഒരേ തെരഞ്ഞെടുപ്പ്, ലോകസഭ, രാജ്യസഭ, നിയമസഭ, പഞ്ചായത്ത്, ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്ത് എല്ലാം ഒറ്റ തെരഞ്ഞെടുപ്പിലേക്ക് ഒതുങ്ങാൻ പോവുകയാണ്. അതുപോലെ യൂണിഫോം സിവിൽ കോഡ് ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ ഏത് മതസ്വാതന്ത്ര്യം, ഏത് മതത്തിലും വിശ്വസിക്കാം, ഏത് മതത്തെ പ്രൊപ്പഗേറ്റ് ചെയ്യാം, എല്ലാം ഒരൊറ്റ രീതിയിലേക്ക് ഒതുങ്ങാൻ പോവുകയാണ്. അതായത് ഒരു ജനാധിപത്യ രാജ്യം എന്ന രൂപത്തിൽ നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന എല്ലാ വൈവിധ്യങ്ങളും നഷ്ടപ്പെടുകയാണ്. അങ്ങനെ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ ഒരു ശക്തമായിട്ടുള്ള പ്രതിപക്ഷമായി പ്രവർത്തിക്കേണ്ടിയിരുന്ന മറ്റു മുന്നണികൾ ആ പ്രതിപക്ഷത്തിന്റെ കടമ നിർവഹിച്ചോ എന്നൊരു ചോദ്യം ചോദിക്കുമ്പോൾ ഇപ്പോഴും രാഹുൽ ഗാന്ധി കേന്ദ്ര സർക്കാരിനെതിരെ ഭാരത് ജോഡോ ന്യായ് യാത്രയുമായി ഉത്തരേന്ത്യയിൽ അലയുകയാണ് സാർ. പക്ഷേ യാത്രകൾ പലതും നടന്നു. പക്ഷേ ഈ രാജ്യം നേരിടുന്ന നീറുന്ന പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ പാർലമെന്റിനകത്തും പുറത്തും അത്യുജ്വലമായ സമര പോരാട്ടം നടത്തിയത് ഞങ്ങളാണ്. അതുപോലെ നിയമ പോരാട്ടം നടത്തിയത് ഞങ്ങളാണ്. വിരലിൽ എണ്ണാവുന്നവരേ ഉള്ളൂ. കാര്യരുമ്പിന്റെ കരുത്താണ്. നിങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ആ സംഘപരിവാറിന്റെ രാമനല്ല യഥാർത്ഥ രാമനെന്നും, യഥാർത്ഥ രാമൻ ഗാന്ധിജി ഉയർത്തിപ്പിടിച്ച ഈ രാജ്യം ആവശ്യപ്പെടുന്ന രാമൻ ഇന്നതാണെന്നും പാർലമെന്റിൽ മുഖത്തു നോക്കി ഗർജിക്കുന്ന ശബ്ദത്തോടെ പറഞ്ഞത് ഇടതുപക്ഷത്തിന്റെ വിരലിൽ എണ്ണാവുന്ന എംപിമാരാണ്. അതുകൊണ്ട് ഇടതുപക്ഷത്തിനുള്ള എംപിമാരെ നിങ്ങൾ കേന്ദ്രത്തിലേക്ക് അയക്കണം, ഒരു ഫാസിസ്റ്റ് രാജ്യം പിറക്കാതിരിക്കാൻ എന്നതാണ് ഇടതുമുന്നണിയുടെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം. അത് തന്നെ. അതാണ് ഇടതുപക്ഷത്തിന്റെ കരുത്ത് ഏറ്റവും കൂടുതൽ കൂടിയിട്ടുണ്ടോ ആ ഘട്ടത്തിലെല്ലാം ഈ രാജ്യത്തിന് പ്രയോജനപ്പെട്ടിട്ടുണ്ട്. ഒരു വാക്കോടെ ഞാൻ പറയട്ടെ. ഇവിടെ UPA സർക്കാർ അധികാരത്തിൽ വന്നു. ഇടതുപക്ഷത്തിന്റെ പിന്തുണയോടെ വന്ന 5 വർഷം 2004 to 2009 ആ വർഷത്താണ് വിവരാവകാശ നിയമം, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് നമുക്കറിയാം. അതുപോലെ തൊഴിലുറപ്പ് പദ്ധതി, സാധാരണക്കാരന് പട്ടിണിയില്ലാതെ ജീവിക്കാൻ കഴിയുന്ന പദ്ധതികളടക്കം ആകർഷകമായിട്ടുള്ള പദ്ധതികൾ നടപ്പാക്കിയത് ഇടതുപക്ഷം ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ എംപിമാർ ഇന്ത്യയുടെ പാർലമെന്റിൽ ഉണ്ടായപ്പോഴാണ്. ആം ആദ്മി പാർട്ടി നേതാവിനോടുള്ള ചോദ്യം, കേന്ദ്രം സംസ്ഥാന സർക്കാരിനെ ബുദ്ധിമുട്ടിക്കുന്നു എന്നതിന്റെ പേരിൽ കേരള മുഖ്യമന്ത്രിയുമായി അരവിന്ദ് കെജ്രിവാളും ഭഗവത് മാനും ഒക്കെ സീറ്റ് പങ്കിടുന്ന ഒരു കാഴ്ച നമ്മൾ ദില്ലിയിൽ കണ്ടു. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ നിങ്ങൾ പിന്തുണ പ്രഖ്യാപിക്കേണ്ടത് ഇടതുപക്ഷത്തിനാണോ അതോ കോൺഗ്രസിനാണോ? ഈ തീരുമാനം രാഷ്ട്രീയമായി എടുക്കേണ്ട തീരുമാനമാണ്. അത് ദേശീയ നേതൃത്വം എടുക്കുന്നതിനനുസരിച്ച് ഞങ്ങൾ അഭിപ്രായം പറയുന്നതാണ്. ഒരു മിനിറ്റ് കൂടി. ഇപ്പോൾ BJP നേതാവ് പറഞ്ഞു കേരളത്തിൽ കൊടുത്തതെല്ലാം കേന്ദ്ര ഫണ്ടാണ് എന്ന്. ഈ കേരളം ഇന്ത്യയുടെ ഭാഗമാണ് എങ്കിൽ ദേശീയ ഗവൺമെൻറ് കേരള സംസ്ഥാനത്ത് വിഹിതം കൊടുക്കേണ്ടത് നമ്മുടെ അവകാശമാണ്. ആ അവകാശം നൽകുന്നത് അവരുടെ ഔദാര്യമായി കാണുന്നത് ശരിയല്ല. നമ്മുടെ അവകാശം ലഭിക്കേണ്ടതാണ്. ആ അവകാശം ലഭിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. ലഭിക്കണം, അത് ഹരിയാനയ്ക്ക് ലഭിക്കണം, ഡൽഹിക്ക് ലഭിക്കണം, കർണാടകയ്ക്കും കേരളത്തിനും ലഭിക്കണം, എല്ലാ സംസ്ഥാനങ്ങൾക്കും ലഭിക്കണം. ഞാൻ BJP പ്രതിനിധിക്ക് സ്ട്രേറ്റ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് ഈ സാജു പോൾ ഉന്നയിച്ച വിഷയം നമ്മുടെ ചർച്ചയിലെ പ്രധാനപ്പെട്ട വിഷയം അത് തന്നെയായിരിക്കും. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ പ്രധാനപ്പെട്ട വിഷയമാക്കി മാറ്റുമ്പോൾ നിങ്ങൾ ഞെരുക്കുന്നു എന്ന ആരോപണം ശക്തമാക്കുന്നു ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും CPM-ഉം. ഇതിവിടെ ഒരു കഥയറിയാതെ ആട്ടം കാണരുത്. കാരണം ഇത് കടമെടുപ്പ് പരിധി നിശ്ചയിച്ച് 71-ലെ സെൻസ് അനുസരിച്ച 71-ലെ ആ സെൻസ് അനുസരിച്ച് ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞതുപോലെ BJP രാഷ്ട്രീയ വൈരാഗ്യം തീർക്കുന്നുവെങ്കിൽ ഗുജറാത്തിലും ഉത്തർപ്രദേശിലും വാരിക്കോരി കൊടുക്കേണ്ടതല്ലേ? സെൻസസ് പ്രകാരം അല്ലാട്ടോ. ഓരോ സംസ്ഥാനത്തും ഓരോ നിയമമുണ്ട്. ഓരോ സംസ്ഥാന നിയമം എന്ന് പറഞ്ഞാൽ അത് പാർലമെന്റ് പാസ്സാക്കിയാണ് സാർ. അതെ, FRBM ആക്ട് പ്രകാരമാണ് കടമെടുപ്പ് പറ്റത്തുള്ളൂ. അപ്പോൾ 3% കടക്കരുത്. അതനുസരിച്ച് കേന്ദ്രം കൊടുക്കേണ്ട വിഹിതങ്ങളെല്ലാം, കേന്ദ്രം സംസ്ഥാനത്തിന്റെ ഫെഡറൽ സിസ്റ്റം അനുസരിച്ച് കൊടുക്കേണ്ട കടങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് എന്ന് റിപ്പോർട്ടുകൾ സഹിതം അത് സീതാരാമൻ പറഞ്ഞു. പാർലമെന്റിനകത്ത് പറഞ്ഞ കാര്യം, ധനമന്ത്രി പറഞ്ഞ കാര്യം തെറ്റാണ് എങ്കിൽ ബഹുമാനായിട്ട് ധനകാര്യമന്ത്രി പാർലമെന്റിനകത്ത് പറഞ്ഞ കാര്യം തെറ്റാണ് എങ്കിൽ അവകാശ ലംഘനത്തിന് നോട്ടീസ് കൊടുക്കാൻ എന്തുകൊണ്ട് ഇടതുപക്ഷത്തിൽ ആരും ഉണ്ടായിരുന്നില്ലേ? ഒരു കാര്യം കൂടി, ഈ രണ്ടു കൂട്ടരും കൂടി ഇവിടെ നിന്ന് സംസാരിക്കുന്നത് പാർലമെന്റിന് പുറത്ത് പോയിട്ട് പ്രത്യേകം സഭയുണ്ടാക്കാൻ വേണ്ടിയാണോ? ഇവർ രണ്ടുപേരും കൂടി മറ്റു സംസ്ഥാനങ്ങളിലെ ഒറ്റക്കെട്ടാണ്. ഇടതുപക്ഷവും മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന ഒരു സംവിധാനമേ ഇല്ല. കേരളത്തിൽ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി, ജനങ്ങളെ തമ്മിലടിപ്പിക്കാൻ വേണ്ടി ഇതുപോലെയുള്ള ഈ തട്ടിപ്പും കപട വേലയൊക്കെ ഇറങ്ങി ജനങ്ങൾ അത് കാണുകയില്ല. നിങ്ങൾ കേരളത്തിൽ ഒരു വലിയ ശക്തിയല്ലാത്തത് ഞാൻ പറഞ്ഞില്ല ഇവർക്ക് എന്താണ് നിങ്ങൾ ശക്തരാവുന്ന സ്ഥലങ്ങളിൽ അവർ സഖ്യത്തിൽ വരും. നിങ്ങൾ കേരളത്തിൽ ശക്തരല്ലാത്തത് കൊണ്ടാണ് സഖ്യത്തിൽ വരാത്തത്. ഒരു നയം വേണ്ടേ? ഇവർ അഴിമതിക്കെതിരാണോ? ഇവിടെ കോൺഗ്രസിന് അഴിമതിക്കെതിരാണോ അല്ലെങ്കിൽ CPM-ന്റെ അഴിമതിക്കെതിരാണോ ഇവർ സ്വീകരിക്കുന്ന നിലപാട് എന്ന് അവർ വ്യക്തമാക്കണ്ടേ? ഞങ്ങൾ അഴിമതിക്കെതിരാണ്. ഞങ്ങൾ വ്യക്തമായിട്ട് പറയുന്നു. ഈ രണ്ട് മുന്നണികളുടെയും കപടമായിട്ട് അഴിമതിക്കെതിരെ ശബ്ദം ഉയർത്തിയത് കൊണ്ട്, വികസനം എന്ന മുദ്രാവാക്യം പറഞ്ഞത് കൊണ്ടാണ് നരേന്ദ്രമോദി 2014 അധികാരത്തിലേറിയത്, 2019 ഭരണത്തിലേറുന്നത്. അരുണും കൂടി എത്തിയ സ്ഥിതിക്ക് ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട നിങ്ങളുടെ രണ്ടാമത്തെ മുദ്രാവാക്യം സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകേടാണ്, സാമ്പത്തിക പ്രതിസന്ധി അടക്കമുള്ള വിഷയങ്ങളാണ്. ഇത് രണ്ടും ചൂണ്ടിക്കാണിക്കുമെന്നാണ് ജിൻഡോ നേരത്തെ പറഞ്ഞത്, രാവിലെ ഹൈബീഡൻ എന്നോട് പറഞ്ഞതും. അങ്ങനെയാണെങ്കിൽ ഈ സാമ്പത്തിക പ്രശ്നങ്ങളെ വിശദീകരിക്കാൻ നിങ്ങൾ കുറെ ബുദ്ധിമുട്ടില്ലേ?
ഒരു ബുദ്ധിമുട്ടുമില്ല. ഞാൻ അത് പറയുന്നതിന് മുമ്പ് ഇദ്ദേഹം പറഞ്ഞ അവസാന വാചകത്തിന് ഒരു മറുപടി കൊടുത്തിട്ട് വരാം. അഴിമതിക്കെതിരെയാണല്ലോ ഇവരുടെ പോരാട്ടം. അതെ, കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയിലേക്ക് കോടിക്കണക്കിന് രൂപ മാസപ്പടിയായിട്ട് വന്നതുമായി ബന്ധപ്പെട്ട അന്വേഷണം ED അന്വേഷണം നടന്നിട്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് അന്വേഷണം തുടങ്ങിയതാണ്. അത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഈ രണ്ട് മുന്നണികളും പൂഴ്ത്തിവെച്ചെന്ന് മാത്രമല്ല 3 വർഷക്കാലം മിണ്ടാതിരുന്നു. BJPക്ക് അഴിമതിക്കെതിരെ കേരളത്തിലെങ്കിലും പറയാനായിട്ട് അല്പമെങ്കിലും ഉളുപ്പും നാണവും വേണം. ഇനി ഭരിച്ചിരുന്ന സമയത്ത് കോൺഗ്രസ് നേതാക്കൾ വരിവരിയായിട്ട് ജയിലിലേക്ക് പോയി. അതിനെക്കുറിച്ച് കൂടി പറയണം. അല്ല, UPA സർക്കാർ ഭരിച്ച സമയത്ത് അഴിമതിക്കാരെന്ന് ആക്ഷേപം നേരിട്ട നേതാക്കന്മാർ ജയിലിൽ പോയി. ഇന്ന് ഏത് നേതാവാണ് ജയിലിൽ പോയിട്ടുള്ളത്? കോൺഗ്രസ്സുകാർ മാത്രമേ പോയിട്ടുള്ളൂ. കേന്ദ്ര നേതൃത്വം UPA സർക്കാർ അതിന്റെ ഭരിച്ച അർത്ഥം എന്താ? കാലത്ത് ഏറ്റവും കൂടുതൽ അഴിമതി നടത്തിയത് UPAയുടെ കേന്ദ്ര നേതൃത്വമാണ്. അവർ വരിവരിയായിട്ട് ജയിലിലേക്ക് പോകുന്ന കാര്യം ഇന്ത്യയിലെ ജനങ്ങൾ മുഴുവൻ കണ്ടതാണ്. അതിന്റെ അർത്ഥം എന്താണ് അരുൺകുമാറെ? കോൺഗ്രസ് ഭരിക്കുന്ന കാലത്തും അഴിമതിക്കാർക്കെതിരെ കോൺഗ്രസ് രാഷ്ട്രീയം നോക്കാതെ നിലപാടെടുത്തതിന്റെ പേരില കോൺഗ്രസിനോടൊപ്പം നിന്നിട്ടുള്ള ആളുകളും ജയിലിൽ പോയത്. ഇന്ന് BJPയുടെ കാലത്ത് ഞാൻ പറയട്ടെ, ആസാമിലെ മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുടെ വീട്ടിലേക്ക് അടക്കം BJPയുടെ സംസ്ഥാന കമ്മിറ്റി മാർച്ച് നടത്തിയിട്ടുണ്ട്. ED അന്വേഷണം അഴിമതിയും പറഞ്ഞ് അദ്ദേഹം BJPയിൽ പോയി BJPയുടെ മുഖ്യമന്ത്രിയായപ്പോൾ അഴിമതി ആരോപണം ഇല്ലാതെയായി. അങ്ങനെ നിരവധിയായിട്ടുള്ള നേതാക്കന്മാർ നിങ്ങളോടൊപ്പം ചേരുമ്പോൾ അഴിമതിക്കാരല്ലാതാകുന്ന പ്രത്യേക മാസ്മരിക വിദ്യയാണ് നിങ്ങൾക്ക് ഇന്ത്യയിൽ സൃഷ്ടിക്കുന്നത്. ഇനി രണ്ടാമത് കേരളത്തെ കുറിച്ച് അതിനു മുമ്പ് അരുൺകുമാർ പറഞ്ഞൊരു കാര്യമുണ്ട്. UPA സർക്കാരിനെ ഇവർ പിന്തുണച്ചത് കൊണ്ടാണ് തൊഴിലുറപ്പ് പദ്ധതിയും അല്ലെങ്കിൽ വിവരാവകാശ നിയമവും ഒക്കെ നടപ്പാക്കിയെന്ന്. UPA സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് കോൺഗ്രസ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ എഴുതി വച്ചിരുന്ന കാര്യമാണ് നടപ്പാക്കിയത്. തീർച്ചയായിട്ടും ആ ഗവൺമെന്റിന് ഇവർ പിന്തുണച്ചു. അതിന്റെ അർത്ഥം ഇവരുടെ പദ്ധതിയാണ് നടപ്പാക്കിയത് എന്നല്ല. UPA സർക്കാർ കോൺഗ്രസ് സ്വപ്നം കണ്ട്, ഞാൻ പറയാം മാഷേ, കോൺഗ്രസ് സ്വപ്നം കണ്ട് വിഭാവനം ചെയ്ത ഒരു പദ്ധതി നടപ്പാക്കാൻ നേരത്ത് ഇവരുടെ പിന്തുണയുണ്ടായിരുന്നു എന്നുള്ള സത്യമാണ്. അല്ലാതെ അത് ഇവരുടെ പദ്ധതിയാണെന്ന് പറഞ്ഞ അവകാശം. അപ്പോഴും ഷൈജു ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം, നിങ്ങൾ ഇരു മുന്നണികളും കേരളത്തിന് പുറത്ത് ഒരു സഖ്യമായി മത്സരിക്കുമ്പോൾ എന്തിനീ പൊറാട്ടു നാടകം? കേരളത്തിൽ ഒരു മുന്നണിയായിട്ടൊക്കെ മത്സരിച്ചാൽ പോരെ? നിങ്ങളുടെ പ്രഥമ ലക്ഷ്യം നരേന്ദ്രമോദി എതിർക്കലാണെങ്കിൽ അന്ന് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ കർണാടകയിലെ ജനതാദൾ BJPയുടെ കൂടെയല്ലേ, കേരളത്തിൽ അവർ LDFന്റെ കൂടെയല്ലേ? ഇവർക്ക് ഒരു പരാതിയില്ലേ? ഞാൻ ജനതാദളിനെ കുറിച്ചല്ല അതെന്താ ഞാൻ പരാമർശിച്ചത് ജനതാദളിനെ കുറിച്ചല്ല. ഞാൻ പരാമർശിച്ചത് ഓരോ പാർട്ടിക്കും രാഷ്ട്രീയമായിട്ട് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാവും. കേരളത്തിൽ കോൺഗ്രസും CPM നേർക്ക് നേരെന്ന് പോരാടുന്ന പാർട്ടിയാ. അതുകൊണ്ട് ഞങ്ങൾക്ക് മുന്നണി ഉണ്ടാക്കാൻ പ്രയാസമുണ്ട്. ഇന്ത്യയിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ ആ സാഹചര്യം അല്ലാത്തത് കൊണ്ട് ഞങ്ങൾ ഒന്നിച്ചു നിൽക്കുന്നു. അതിന് നിങ്ങൾക്ക് എന്താണ് ഛേദം? ഞങ്ങൾക്ക് സൗകര്യമുള്ള സംസ്ഥാനങ്ങളിൽ സൗകര്യമുള്ള ആളുകളുമായിട്ട് സന്ധി ഉണ്ടാക്കും. നിങ്ങൾക്ക് എന്താ പ്രശ്നം? ജിൻഡോ ചോദിച്ച ചോദ്യത്തിന് മറുപടി രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന്, മാസപ്പടി വിഷയം ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുമോ? അങ്ങനെയാണെങ്കിൽ ഒരു ഒത്തുതീർപ്പിന്റെ ഫോർമുല BJPക്കും CPMനും ഇടയിലുണ്ടോ? അതാണോ ED അന്വേഷണം വൈകാനുള്ള കാരണം? ഇതാണ് ജിൻഡോ ഉന്നയിച്ച പ്രധാനപ്പെട്ട കാര്യം. കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളെ ദുരുപയോഗം ചെയ്തുകൊണ്ട് പ്രതിപക്ഷ നേതാക്കന്മാർക്കെതിരെയും അവരുടെ കുടുംബത്തെയും ആക്രമിക്കാൻ വേണ്ടി നടത്തുന്ന നിരന്തരമായിട്ടുള്ള ശ്രമങ്ങൾ നിരവധി നമ്മൾ കാണുകയാണ്. ഇന്ന് 7ാമത്തെ സമൻസ് ആണ് ഡൽഹിയിലെ മുഖ്യമന്ത്രിക്ക് കൊടുത്തത്. അതുപോലെ ആസാം എടുത്താൽ, അതുപോലെ മഹാരാഷ്ട്ര എടുത്താൽ NCPയെ പിളർത്തി, എന്നൊക്കെ ഞാൻ പറയാം മിസ്റ്റർ, ഞാൻ പറയട്ടെ, NCPയെ പിളർത്തിയത്, ശിവസേനയെ പിളർത്തിയത്, ഓരോ സംസ്ഥാനവും എടുത്തു നോക്കുക. നമുക്കറിയാം ED ആണ് വലിയ കൊട്ടിഘോഷിക്കുന്നത്. EDയുടെ കൺവിക്ഷൻ റേറ്റ് 0.54%. 100 കേസെടുത്താൽ ഒരെണ്ണം പോലും ശിക്ഷിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. കള്ളപ്പണം എന്ന് പറഞ്ഞ് ഈ രാജ്യത്ത് കണ്ടെത്തിയ കള്ളപ്പണത്തിൽ 1% പോലും കള്ളപ്പണമാണെന്ന് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെ എടുത്ത കേസുകളിൽ 95% പ്രതിപക്ഷ നേതാക്കന്മാർക്കെതിരാണ്. അതുകൊണ്ട് കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയെ ഒരു ഭാഗത്ത് ഉപയോഗിക്കുന്നു, 2 ഗവർണർമാരെ ഉപയോഗിക്കുന്നു. സുപ്രീം കോടതി പറഞ്ഞില്ലേ, തീ കൊണ്ട് തല ചൊറിയരുത്, ജനങ്ങൾ തെരഞ്ഞെടുത്ത ജനപ്രതിനിധിയേക്കാൾ ഉപരിയല്ല ഗവർണർമാർ, അതുപോലെ ബില്ലുകൾക്ക് മേൽ അടയിരിക്കരുത്, നമ്മൾ കേട്ടു ഒരുപാട്. അതുപോലെ മൂന്നാമതായി സാമ്പത്തിക ഫെഡറലിസം തകർക്കാൻ സാമ്പത്തികമായി സംസ്ഥാനങ്ങൾക്ക് കൊടുക്കേണ്ട വിഹിതം ഓരോന്നായി വെട്ടിക്കുറച്ച് പോകുന്നു. BJPയുടെ പ്രതിനിധി ആദ്യം പറഞ്ഞു കടമെടുക്കാനുള്ളതെല്ലാം കൊടുക്കുന്നില്ല. ഈ കേരളത്തെ വലിയ തരത്തിൽ നിങ്ങൾ ശരിക്കും അങ്ങ് ഞെക്കിപ്പീച്ചി കൊന്നുകൊണ്ടിരിക്കുകയാണ്. 3% GDPയുടെ 3% കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും കടമെടുക്കാം. കേന്ദ്രം കടമെടുക്കുന്നത് 6.3%, 6.8%. നമ്മുടെ അത് 2.5% വെട്ടിക്കുറച്ചു. കാരണം ചോദിക്കുമ്പോൾ നിങ്ങൾ പറയുന്ന കാരണങ്ങൾ ഒന്നും ന്യായമല്ല. കിഫ്ബിയെ, അതുപോലെ തന്നെ പെൻഷൻ ഫണ്ട് ബോർഡിനെയെല്ലാം തകർത്ത് ഈ കേരളത്തിലെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള മുഴുവൻ നടപടികൾ തകർക്കുക എന്നതാണ് BJPയുടെ ലക്ഷ്യം. ആ ഒരു സാഹചര്യം വരുമ്പോൾ ഡൽഹിയിലടക്കം പോയി ഞങ്ങൾ ഉജ്ജ്വലമായ സമരം നടത്തുന്നു, സുപ്രീം കോടതിയിൽ പോയി നിയമ പോരാട്ടം നടത്തുന്നു. സുപ്രീം കോടതി എന്താ പറഞ്ഞത്? നിങ്ങൾ ഫയൽ ചെയ്ത SLP തെറ്റാണെന്നല്ല, കേന്ദ്രവും സംസ്ഥാനവും കൂടിയിരുന്ന് ആലോചിച്ച് ഈ പ്രശ്നം തീർക്കാൻ നമ്മൾ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും ശരിയാണെന്ന് സുപ്രീം കോടതിക്ക് ബോധ്യപ്പെട്ടു. പക്ഷെ കോൺഗ്രസിന് ബോധ്യപ്പെട്ടില്ല. കർണാടകത്തിലെ കോൺഗ്രസ് ഡൽഹിയിൽ പോയി സമരം നടത്തി. ഈ
28 അംഗങ്ങളടക്കുന്ന ഈ പ്രതിപക്ഷ ഇന്ത്യ മുന്നണിയിലെ 14 കക്ഷികൾ ഞങ്ങളോടൊപ്പം സമരം ചെയ്തു. ആപ്പിന്റെ മുഖ്യമന്ത്രിമാർ 2 പേർ വന്ന് സമരം ചെയ്തു. കാശ്മീരിൽ നിന്ന് മുൻ മുഖ്യമന്ത്രി വന്നു. 14 കക്ഷികൾ വന്നിട്ടും കോൺഗ്രസ് മാത്രം അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല. ടിറ്റോ, വളരെ പെട്ടെന്ന് ആ ആരോപണത്തിന് മറുപടി. അല്ല, ഒന്ന് BJP വിരുദ്ധ സർക്കാരുകൾക്കെതിരെ BJP എതിർക്കുന്ന രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരെ ED ഉൾപ്പെടെ കേന്ദ്ര ഏജൻസികൾ വേട്ടയാടുന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷെ നിങ്ങൾ തന്നെ ED വിളിച്ചുകൊണ്ട് വരുന്നു കേരളത്തിൽ. അല്ല, കേരളത്തിലല്ല. കേരളത്തിൽ ആദ്യം ED വിളിച്ചു വരുന്നത് പിണറായി വിജയനല്ലേ? ഞങ്ങൾ ആരെങ്കിലും ആണോ? അദ്ദേഹമാണ് വരട്ടെ വരട്ടെ എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയത്. ഈ വന്ന ആളുകളൊന്നും ക്ലിഫ് ഹൗസിന്റെ പുറത്തെത്തുമ്പോൾ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ വണ്ടിയൊക്കെ യൂട്ടേൺ എടുക്കും. അതെന്തുകൊണ്ടാണ്? ഞാൻ ചോദിച്ച 3.5 വർഷം. ഞാൻ പറയട്ടെ, 3.5 വർഷം NIA, കസ്റ്റംസ് 4 ഏജൻസികൾ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണം നടത്തി. 4-ൽ 3 ഏജൻസി ഈ എറണാകുളത്തെ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ കുറ്റപത്രം കൊടുത്തു. ഈ കുറ്റപത്രത്തിൽ ഒരു ചുക്കുമില്ല, ഒരാളെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി തിരിച്ചുപോയി. അല്ല, അരുൺകുമാർ അത് പറയുന്നുണ്ടെങ്കിൽ BJPയുടെ പ്രതിനിധി അതിന് മറുപടി പറയണം. കാരണം ഇന്ത്യയുടെ പ്രധാനമന്ത്രി തൃശ്ശൂർ വന്ന് പ്രസംഗിച്ചാണ് ഏത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ സ്വർണ്ണക്കടത്ത് നടത്തിയെന്ന് പുള്ളിക്ക് അറിയാവുന്ന. അദ്ദേഹം കൂടി ഇടപെട്ട് അത് മൂടി വെച്ചിട്ടുണ്ടാവും. ഞാൻ പറയുന്ന വാദം അതല്ല. ഷിബു സോറൻ അടക്കമുള്ള നേതാക്കന്മാർ, മുഖ്യമന്ത്രിമാർ ജയിലിനകത്ത് കിടക്കുന്നു. അരവിന്ദ് കെജ്രിവാളിനെതിരെ 5 വട്ടം EDയുടെ നോട്ടീസ് വന്നു എന്ന് അരുൺകുമാർ തന്നെ പറഞ്ഞു. തോമസ് ഐസക്കിനെതിരെ വന്നു. എന്നിട്ടും എന്തേ വീണ വിജയനെതിരെ ഈ നോട്ടീസ് വരാത്തത്? എന്താ ഈ അന്വേഷണം നടക്കാത്തത്? അതാണ് ഞങ്ങൾക്ക് ചോദിക്കേണ്ടത്. ഇനി രണ്ടാമത് താങ്കൾ പറഞ്ഞത് ഈ കേന്ദ്ര സംസ്ഥാന സർക്കാർ സംസ്ഥാന സർക്കാരുകളെ വരിഞ്ഞു മുറുക്കുന്നു. ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമില്ല. ഇന്ത്യയിലെ മുഴുവൻ BJP ഇതര സർക്കാരുകളോടുമുള്ള നയത്തിൽ ഞങ്ങൾക്ക് അഭിപ്രായ ഈ കർണാടകയിലെ കാര്യം ഇവർ പറഞ്ഞില്ലേ? കർണാടക സർക്കാർ അവിടുന്ന് തോറ്റിട്ട് മുന്നണി മാറി വന്ന KV തോമസിനെ പോലുള്ള ആളുകളെ ഡൽഹിയിൽ കൊണ്ടുപോയി പ്രതിഷ്ഠിച്ചില്ല. സർക്കാരിന്റെ ശമ്പളം കൊടുത്ത് പ്രത്യേക പ്രതിനിധി ഞാൻ പറയട്ടെ അരുൺകുമാരെ, കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ളതൊക്കെ വാങ്ങിയെടുക്കാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങൾ KV തോമസിനെയും തോറ്റ സമ്പത്തിനെയൊക്കെ കൊണ്ടുവച്ച് കേരളത്തിന്റെ സമ്പത്ത് മുഴുവൻ ദൂർത്തടിച്ചത്? എന്നിട്ട് കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ ആദ്യത്തെ ഉത്തരവാദികൾ അവർ തന്നെ. പക്ഷേ കർണാടക സർക്കാർ ആദ്യം സത്യപ്രതിജ്ഞ കഴിഞ്ഞതിന് ശേഷം കൊടുത്ത കാറിന്റെ വിലയോ അത് ദൂർത്തല്ലേ? 1.5 കോടി. എന്റെ പൊന്ന് അരുൺകുമാരെ, അവിടെ പെൻഷൻ കിട്ടാത്തതുകൊണ്ട് പഞ്ചായത്തോ സെക്രട്ടറിക്ക് കത്ത് എഴുതിക്കൊണ്ട് ആത്മഹത്യ ചെയ്യുന്നില്ല. അവിടെ KSRTC ബസ്സിലെ ഡ്രൈവർമാർ ശമ്പളം കിട്ടാൻ വേണ്ടി കോടതിയിൽ കൃത്യമായി പറഞ്ഞു. അവിടുത്തെ മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും പറഞ്ഞു കേരളം മുന്നോട്ട് വയ്ക്കുന്ന വിഷയങ്ങൾ മുഴുവൻ ജെനുവിനാണ്. DK ശിവകുമാർ, നിങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങളുടെ അവിടുത്തെ ഉപമുഖ്യമന്ത്രി പറഞ്ഞു കേരളത്തിന്റെ സമരമുദ്രാവാക്യങ്ങൾ മുഴുവൻ ജെനുവിനാണ്, പൂർണ്ണമായ പിന്തുണയുണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾ കടം മേടിച്ച പൈസ ആർക്കാ കൊടുത്തത്? ക്ലിഫ് ഹൗസിൽ തൊഴുത്തു പണിയാനും അല്ലെങ്കിൽ ഇത്രയും ചീഫ് മിനിസ്റ്റർമാർ താമസിച്ചിട്ടുള്ള ആ ബംഗ്ലാവിൽ നിങ്ങളുടെ പിണറായിക്ക് മാത്രം ലിഫ്റ്റനങ്ങളെ കയറാൻ പറ്റുള്ളൂ. നിങ്ങൾ ഈ നാട് മുഴുവൻ തെണ്ടി നടന്നല്ലോ. ഒരു മിനിറ്റ്, നിങ്ങൾ കടം മേടിച്ച പൈസ നാട്ടിൽ ആർക്ക് കൊടുക്കുക നിങ്ങൾ പറയും. കുറ്റം പറയണ്ട. നിങ്ങൾ സാധാരണക്കാരന് എന്ത് കൊടുത്തു എന്ന് പറയൂ. ഈ കടം മേടിച്ച പൈസ നവകേരള യാത്രയുടെ പേരിൽ കോടിക്കണക്കിന് രൂപ നഷ്ടമാക്കി കളഞ്ഞപ്പോഴും ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സാധാരണ ജനത്തിന് വേണ്ടി ഒന്നും കൊടുക്കാനില്ല. 6 മാസമായിട്ട് സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുക്കാൻ പറ്റുന്നില്ല. ഇതിലെല്ലാം ഒന്നും കൊടുക്കാൻ പറ്റുന്നില്ല. യുവജനങ്ങൾക്ക് ജോലിയില്ല. എല്ലാവരും വിദേശത്തേക്ക് കടന്നു പോകുവാണ്. പാവങ്ങളുടെ സർക്കാരാണ് കേരളത്തിൽ. പറഞ്ഞോട്ടെ, ഈ ഇന്ത്യയിൽ നടന്ന PSC നിയമനം 2023 ഇന്ത്യയിൽ നടന്ന PSC നിയമനത്തിന്റെ 40% ഈ കേരളത്തിലാ. ചേട്ടനറിയാമോ? ഗുജറാത്തിൽ 2 വർഷത്തിനുള്ളിൽ 36 പേർക്കാണ് സംസ്ഥാന സർവീസിൽ നിയമനം. 2 വർഷത്തിനുള്ളിൽ 36 പേർക്ക് മാത്രമാണ് ഗുജറാത്തിൽ സംസ്ഥാന സർവീസിൽ നിയമനം. ഈ കണക്ക് 32,121 പേർക്ക് കിട്ടി. ഇന്ത്യയിൽ നടന്ന ഗുജറാത്തിൽ PSC ഒരു നിമിഷം ആ ഫാക്ട് നമുക്ക് പറഞ്ഞു. ഗുജറാത്തിൽ സർക്കാർ നിയമനം കൊടുത്തത് എത്ര പേർക്കാണ്? 36 പേർക്ക് 2 വർഷം കൊണ്ട്. പറഞ്ഞേക്കട്ടെ, കേരളത്തിൽ 17ഓളം PSC റാങ്ക് ഹോൾഡേഴ്സിന്റെ സംഘടനകളുണ്ട് എന്നുള്ളതാണ്. PSC റാങ്ക് ഹോൾഡേഴ്സ് സംഘടന അല്ല, പറഞ്ഞേക്കട്ടെ, ജോലി കിട്ടാത്തതിന്റെ പേരിൽ മണ്ണെണ്ണ വിളക്കിന്റെ ആ വെളിച്ചത്ത് പോലും പഠിച്ച് പാസ്സായി റാങ്ക് ലിസ്റ്റിൽ വന്ന് വെരിഫിക്കേഷൻ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ കൊടുക്കുന്ന PSC ഏത് സംസ്ഥാനത്താ? അല്ല, ഞാൻ പറഞ്ഞേക്കട്ടെ, പറയൂ. അല്ല പറഞ്ഞേക്കട്ടെ സാർ, UPSC അതായത്
കേന്ദ്ര UPSC യോ? ഗവൺമെന്റ് അല്ല പറഞ്ഞേക്കട്ടെ, കേന്ദ്ര ഗവൺമെന്റ് 75,000 പേർക്ക് 1-2 പേർക്കല്ല 75,000 പേർക്ക് തൊഴിൽ കൊടുക്കാൻ റോസ്ഗാർ മേള നടത്തുന്നു. സ്ഥിര നിയമനമാണോ? അത് താൽക്കാലിക നിയമനമാണ് സാർ. സ്ഥിര നിയമനം ഈ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ്, കസ്റ്റംസ് അതുപോലെയുള്ള ഡിപ്പാർട്ട്മെന്റുകളില് ആപ്ലിക്കേഷൻ കൊടുത്ത് ശരി. പറഞ്ഞേക്കട്ടെ, കാത്തിരിക്കുന്ന 75,000 ആളുകൾ കഴിഞ്ഞ ഒരു വർഷത്തിനകം എന്റെ ചോദ്യത്തിന് തൊഴിൽ ഉത്തരവില്ല. കൊടുത്ത ഒരേ ഒരു സ്ഥാപനമാണ്. പക്ഷെ അപ്പോഴും കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ തൊഴിൽ കൊടുത്തിരിക്കുന്നത്. ഇന്ത്യയില് ഈ കേരളത്തിലല്ലാതെ ഏത് പാവങ്ങൾക്കാണ് ഇന്ത്യയിൽ ഏതെങ്കിലും സംസ്ഥാനത്ത് ഇത്രയധികം പട്ടയം കൊടുത്തതെന്നൊന്ന് വെല്ലുവിളിച്ച് ഞങ്ങൾ ചോദിക്കുകയാണ്. രണ്ടാമത്, കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടിയിട്ട് കോഴി ഫോം നടത്താന്ന് പറഞ്ഞതാണ്. ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സ്ഥിതി ഇന്നെന്താണ്? ആരോഗ്യ മേഖലയിൽ ഇവിടെ ഈ തൃക്കാക്കരയിൽ ഉണ്ടായിരുന്നാണ് ആരോഗ്യമേഖല. ഇന്ന് ആ ആരോഗ്യ മേഖലയിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ബെൻസുകാരന് ആൾക്കാർ വന്നിറങ്ങി മരുന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്. അതാണ് ആരോഗ്യ കേന്ദ്രം. ഇന്ന് വെല്ലുവിളിക്കുകയാണ്, ഏതെങ്കിലും റോഡ്, മനോരമ, മാതൃഭൂമി ചാനലുകൾ എല്ലാ റോഡുകളെയും കുറിച്ച് കാണിക്കാറുണ്ട്. ഗട്ടറാണ്, വീട് മരിച്ചുപോയി എന്നൊക്കെ. ഏതെങ്കിലും ഒരു റോഡ് ചീത്തയായി കിടക്കുന്നു പറഞ്ഞാൽ ഇപ്പൊ മൊട്ടയടിക്കാൻ ഞാൻ ഏറ്റെടുക്ക് വലിയ വെല്ലുവിളിയാ. പൊട്ടടിക്കണ്ട, സംഭവം റോഡൊക്കെ മോശമാണ്. മട്ടാഞ്ചേരിയിൽ റോഡ് ഞാൻ ഇന്ന് കണ്ടു, അവിടെ മോശമാ. മട്ടാഞ്ചേരിയിൽ റോഡ് ഏറ്റവും മികച്ച റോഡ് കേരളത്തിലെ റോഡുകളെ കുറിച്ച് പറയുന്നത്. അദ്ദേഹം ദൂരെ ഒന്നും യാത്ര ചെയ്യാത്ത ആളാണെന്ന് മനസ്സിലായി. എന്തെങ്കിലും ആവട്ടെ, ഈ PSC കുറിച്ച് പറയാൻ LDF-ന് നല്ല യോഗ്യതയുണ്ട്. കാരണം PSC റാങ്ക് ലിസ്റ്റിൽ 1ാം റാങ്കിൽ വന്നത് SFIയുടെ നേതാവായിരുന്നു, കുത്തുകേസിലെ പ്രതി. കേസ് പറയട്ടെ, അല്ല ഞാനൊന്ന് പറയട്ടെ. ഇനി ഇവര് വലിയ യോഗ്യത പറയുന്നല്ലോ. PSC നിയമനങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ PSC റാങ്ക് ഹോൾഡേഴ്സ് എന്തുകൊണ്ട് പട്ടിണി സമരവും മുട്ടിലടഞ്ഞ സമരം സെക്രട്ടേറിയറ്റിന് പുറത്ത് നടത്തുന്നത്? ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ PSC നിയമനം ചർച്ചയാക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നില്ലെന്ന് എനിക്കറിയാം. കണക്ക് വെച്ച് നോക്കിയാൽ കേരളം മുന്നിലാണ്. പോട്ടെ, രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം പൂർത്തിയാക്കട്ടെ. ഇവിടെ ഇവര് പറഞ്ഞല്ലോ വിദ്യാഭ്യാസ രംഗത്തെ കുറിച്ച് പറഞ്ഞല്ലോ. ഞാനൊന്ന് പൂർത്തിയാക്കട്ടെ. വിദ്യാഭ്യാസ രംഗത്തെ കുറിച്ച് പറഞ്ഞല്ലോ. സ്കൂളിനകത്ത് ക്ലാസ്സിനകത്ത് പാമ്പ് കടിയേറ്റ ഒരു കുട്ടി മരിച്ചത് കേരളത്തിലാ. ഇവിടെ 5 സ്റ്റാർ സമാനം എന്ന് പറഞ്ഞ സ്കൂളുകളിലാണ് ഉച്ചക്കഞ്ഞിക്ക് പണത്തിന് കാശില്ലാതെ ഹെഡ് മാസ്റ്റർമാര് അടുത്ത പറമ്പിലെ കപ്പങ്ങ പറിക്കാൻ പോകുന്നത്. 500 അധ്യാപകർക്ക് സ്ഥാനക്കയറ്റം വേണ്ടെന്ന് പറയുന്നത്. അത് ഇവര് മറുപടി പറയണ്ടേ? ആ ഒരു വനിതാ സുഹൃത്ത് ചോദിച്ചല്ലോ, മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിൽ തൊഴുത്ത്, ഇതൊക്കെ വർഷങ്ങൾ മുമ്പുള്ള കാര്യം. ഞാൻ പറഞ്ഞോട്ടെ, വി ഡി സതീശന് ഒരു പ്രയോജനമില്ലാതെ 35 സ്റ്റാഫും ആ വി ഡി സതീശൻ താമസിക്കുന്ന സ്ഥലത്തിന് കഴിഞ്ഞ മാസം കൊടുത്തത് 40 ലക്ഷം രൂപയാണ്. ഞാൻ പറഞ്ഞേക്ക്, കടത്തിന്റെ കാര്യത്തിൽ യാഥാർത്ഥ്യമാണ് വേണ്ടത്. കടക്കണിയിലാക്കിയ പിണറായി വിജയൻ കടത്തിന്റെ കാര്യത്തിൽ ഇന്ത്യയിൽ കേരളം 1-മോ 2-മോ അല്ലല്ലോ, 9ാം സ്ഥാനത്താണ്. കടത്തിൽ കേരളത്തെക്കാളും കടമുള്ള 8 സംസ്ഥാനമുണ്ട്. കടം അടുത്ത കാലത്ത് കൂടിയത് വെച്ച് നോക്കിയാൽ ഈ കേരളത്തിൽ വലിയ തരത്തിൽ കടത്തിന്റെ വ്യത്യാസമില്ല. ഈ UDPA ഗവൺമെന്റ്, ഞാൻ പറയട്ടെ, NDA ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ NDA ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ 2014 ഈ രാജ്യത്തിന്റെ കടം 55 ലക്ഷം കോടിയാണ്. ഇന്നലെ വന്ന കണക്ക് 205 ലക്ഷം കോടി, 4 ഇരട്ടിയായി കടം മാറി ഈ രാജ്യത്തിന്റെ കടം. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ സംസ്ഥാനത്തിന്റെ വലിയ കടമൊന്നുമല്ല. ഒറ്റ പ്രശ്നം, കഴിഞ്ഞ വർഷം കിട്ടിയതിൽ നിന്ന് ഈ വർഷം നമുക്ക് വന്ന കുറവ്, ആ ഒറ്റ പ്രശ്നമുള്ളൂ. ആ കുറവില്ലായിരുന്നെങ്കിൽ 11 ലക്ഷം കോടി രൂപ, ഈ 11,000 കോടി രൂപ ഈ സംസ്ഥാന ഖജനാവിൽ ലാഭം വരുമായിരുന്നു. വളരെ മറുപടി. എന്താ ഇവർ പറയുന്നത് എനിക്ക് മനസ്സിലാകില്ല. തോമസ് ഐസക് പറഞ്ഞ 5100 കോടി രൂപയെന്ന ഇവരുടെ ഓരോ നേതാക്കന്മാരും ഓരോ കോടികളാണ് പറയുന്നത്. ഇനി എന്തെങ്കിലും ആയിക്കോട്ടെ, അല്ല അവർ പറയുന്ന കോടികൾ ഈ ഓണം ആവുമ്പോൾ ഇവർക്ക് ഇഷ്ടം പോലെ കോടി മേടിച്ച് കൈപ്പിടിച്ച് കണക്ക് പറയാം. അതാ ഇപ്പം നടക്കാൻ സാധ്യതയുള്ളൂ. കേന്ദ്ര ധനകാര്യമന്ത്രിയും കേരള ധനകാര്യമന്ത്രിയും സംസാരിക്കുമ്പോൾ ഇവരെ രണ്ടുപേരും നുണപരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ കേരളത്തിലെ 1.5 കോടി ജനങ്ങൾക്ക് സത്യം ഞാനൊന്ന് പറയട്ടെ. നിങ്ങൾ അങ്ങനെ പറയില്ല, ഞാനൊന്ന് പറയട്ടെ. നിങ്ങൾ ഇത് പറഞ്ഞല്ലോ, വി ഡി സതീശന്റെ സ്റ്റാഫ് പ്രയോജനകരമല്ലാത്ത സ്റ്റാഫാണെന്നൊക്കെ പറഞ്ഞു. പിണറായി വിജയന്റെ എത്ര സ്റ്റാഫ് പ്രയോജനകരമായിട്ടുള്ളതുണ്ട്? വ്യാജ PhD നേടിച്ച ആളുകൾ ഉൾപ്പെടെ പിണറായി വിജയന്റെ സ്റ്റാഫിലുണ്ട്. നിങ്ങൾ എന്ത് നടപടിയെടുത്തു? ഇനി നിങ്ങൾ ആരോഗ്യ രംഗത്തെ കുറിച്ച് അഭിമാനിക്കുന്നു. ആരോഗ്യ രംഗം ഇത്ര അഭിമാനകരമായിട്ടാണെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ എന്തിനാ കോടിക്കണക്കിന് രൂപ പൊതുഖജനാവിൽ നിന്ന് ചെലവഴിച്ച് അമേരിക്കയിൽ പോയി, ഇവരെ ഒരുപാട് വെറുക്കുന്ന അമേരിക്കയിൽ പോയി ട്രീറ്റ്മെന്റ് നടത്തുന്നത്? ഈ ആരോഗ്യ രംഗത്തെ കുറിച്ച് ഇവർ പറയുമ്പോൾ തന്നെ 3.5 കോടി ജനങ്ങളുള്ള കേരളത്തിൽ മഹാരാഷ്ട്ര 12.5 കോടി, അല്ല പഴയതല്ല പറയുന്നത്,
12.5 കോടി ജനങ്ങളുള്ള മഹാരാഷ്ട്ര കഴിഞ്ഞാൽ സുധാകരൻ 3.5 കോടി ജനങ്ങളുള്ള കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ കോവിഡ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഇവർ അന്നേരം PPE കിറ്റിന്റെയും മറ്റേ മാസ്കിന്റെയും മറവിൽ അഴിമതി നടത്താൻ പോയിരിക്കായിരുന്നു. ഇവർ കാലാവധി കഴിഞ്ഞ മരുന്ന് വിതരണം ചെയ്തിട്ടാണ് കാറിൽ വന്ന് വാങ്ങിയ മേന്മ നിങ്ങൾ പറയുന്നത്. കാലാവധി കഴിഞ്ഞ മരുന്ന് വിതരണം ചെയ്ത ഒരു പ്രതികരണം കൂടെ കേൾക്കാം. 38,000 കോടി രൂപ കടമുണ്ടായിരുന്നു ഡൽഹി. ഇന്ന് 8,000 കോടി രൂപ കടമുള്ളൂ. ഇത്രയും സൗജന്യങ്ങളെല്ലാം കൊടുത്തിട്ട്. വേറൊരു കാര്യം, ഇപ്പോൾ നരേന്ദ്രമോദി ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് അരവിന്ദ് കെജ്രിവാളിനെയാണ്. അത് ED വന്ന് 8 പ്രാവശ്യം 10 പ്രാവശ്യം സെവൻസ് വലപ്പാമ്പിനെ കാണിച്ച് പേടിപ്പിച്ചാൽ നടക്കൂല. ഇന്ത്യയുടെ മാറ്റം ഇവിടെ തുടങ്ങി കഴിഞ്ഞു. കേരളത്തിലെ മൊത്തത്തിലെ അവസ്ഥ പരിതാപകരമാണ്. കാരണം ഇപ്പോൾ LDF ഗവൺമെൻറ് 2ാം വട്ടം ഭരിക്കാൻ കയറിയിട്ട് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ നഷ്ടത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്നില്ല. അതുപോലെ തന്നെ 1,500 രൂപ പെൻഷൻ കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് 6 മാസമായി കൊടുക്കുന്നില്ല. റേഷൻ കടയുടെ കാര്യം വളരെ ശോചനീയമാണ്. സപ്ലൈകോ അതിലപ്പുറം ശോചനീയമാണ്. ഇപ്പം ഞങ്ങൾ ആം ആദ്മികളെ അതെ ഒന്നുമില്ല, മുളകുമില്ല, ഒരു സാധനവും ഇല്ല, കിട്ടുന്നില്ല സപ്ലൈകോയിലെ. നാട്ടുകാർ കാണുന്നുണ്ട്. ഇന്നലെ ഞാൻ മാർക്കറ്റിൽ കണ്ടായിരുന്നു. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പറയുന്നത് ആസാദിക്ക അമൃതോത്സവം എന്ന് പറഞ്ഞത്. കർഷകർ 1,00,000 ആൾക്കാർ ഇപ്പൊ മരിച്ചു കഴിഞ്ഞ ഈ രാജ്യത്ത്, ഇവിടുത്തെ ദളിത് പിന്നോക്കക്കാരുടെ രാജ്യത്ത് തല്ലിക്കൊന്ന് കരിമ്പിന്റെ ചോട്ടിലിരുന്ന മതന്യൂനപക്ഷങ്ങൾക്ക് ഈ രാജ്യത്ത് ജീവിക്കാൻ പറ്റാത്ത ദുസ്സഹമായ സാഹചര്യമാണ്. കുക്കികളും മെയ്ത്തികളും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളെ ആട്ടി ഓടിക്കുകയാണ്. ഏതാണ്ട് ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠാ മഹോത്സവം നടത്തുന്ന മാതിരിയാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഈ ഭരണഘടനയെ വെല്ലുവിളിച്ച് മുന്നോട്ട് പോകുന്നത്. ഈ രാജ്യത്തെ ഒരു രീതിയിലുള്ള ജനങ്ങൾക്കും ആസാദിക്ക അമൃതല്ല കാളകൂടം വിഷമാണ് ഇവര് ഈ രാജ്യത്ത് വിതരണം ചെയ്യണമെന്നുള്ളതാണ്. ഷൈജു വളരെ പ്രധാനപ്പെട്ട കാര്യം, 36% ക്രിസ്ത്യൻ വോട്ടുകളുള്ള കൊച്ചി മണ്ഡലത്തിലാണ് നമ്മൾ സംസാരിക്കുന്നത്. മണിപ്പൂർ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ചർച്ചാ വിഷയമായാൽ നിങ്ങൾ വീണ്ടും പ്രതിരോധത്തിലാകുമോ? ചോദ്യം, മണിപ്പൂരടക്കം ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്താൽ പ്രതിരോധിക്കാൻ നന്നായി വിയർപ്പൊഴിക്കേണ്ടി വരില്ലേ NDA? മണിപ്പൂരിൽ എന്താ സംഭവിച്ചിരിക്കുന്നത് എല്ലാവർക്കും അറിയാം. ദശാബ്ദങ്ങൾ നീട്ടുള്ള ഒരു തർക്കമാണ്. 2 സമുദായങ്ങൾ തമ്മിലുള്ള ഒരു തർക്കം. അതിപ്പോ കോൺഗ്രസ് ഭരിച്ചപ്പോഴും ബ്രിട്ടീഷ് കാലം മുതലേ ഉള്ള തർക്കമാണ്. 2 സമുദായങ്ങൾ തമ്മിൽ, 2 പ്രബലമായിട്ടുള്ള 2 അവിടുത്തെ ശക്തികൾ തമ്മിലുള്ള തർക്കമാണ്. അത് പരിഹരിക്കേണ്ട രീതിയിൽ അത് ഇപ്പോൾ അവിടെ സമാധാനപരമായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകുന്നു. നമ്മുടെ ഇവിടുത്തെ ചില മാധ്യമങ്ങളും ചില മതതീവ്രവാദികൾ ഗ്രൂപ്പുകളും വലിയ സംഭവമാണ് എന്ന് വരുത്തി തീർക്കുന്നത്. അവിടെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതല്ല അല്ല പ്രധാനമന്ത്രി പോയില്ല എന്ന് ക്രിസ്ത്യൻ വോട്ട് ബാങ്കിൽ വോട്ട് ചെയ്യാൻ പോകുന്ന ഒരു അമ്മച്ചി ചോദിച്ചാൽ മറുപടി ഉണ്ടോ സർ? അല്ല, ഞാൻ പറയാം, ആഭ്യന്തരമന്ത്രി പോകുന്നു. അവിടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ്. അമിത്ഷാ അവിടെ 3 വട്ടം പോയി ചർച്ച. എന്നാ പിന്നെ ബംഗാളിൽ പുള്ളി പോയാൽ പോരായിരുന്നു? ബംഗാളിൽ എന്തിനാ പ്രധാനമന്ത്രി പോകുന്നത്? അവിടുത്തെ ആഭ്യന്തരമന്ത്രി ആ കാര്യങ്ങൾ നോക്കുന്നുണ്ടോ? എവിടുത്തെ പറഞ്ഞേക്കട്ടെ. ഇതിപ്പോ പ്രധാനമന്ത്രി, ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എല്ലാ സ്ഥലത്തും പോകണമെന്ന് ആഗ്രഹിക്കുന്നതും അവിടെ എത്താൻ ശ്രമിക്കുന്നതും ഒക്കെ നല്ലതാണ്. പക്ഷെ അതിന് ഇപ്പോ മണിപ്പൂരിലുണ്ടായ പ്രശ്നം, അതിപ്പോ അവിടുത്തെ പുരോഹിതന്മാർ പോലും ചില ക്രിസ്ത്യൻ പുരോഹിതന്മാർ പോലും അവിടുത്തെ ആ സംഭവങ്ങൾ വളരെ പച്ചയായിട്ട് ഇവിടുത്തെ മലയാള മാധ്യമങ്ങൾ ഉൾപ്പെടെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോ മണിപ്പൂരിൽ ജില്ലയുടെ അത്രയില്ല, ജനസംഖ്യ അതി താഴെയാണ്. മണിപ്പൂരിനെ കുറിച്ച് ഈ കലാപം ഒന്ന് അവസാനിപ്പായി ഒരക്ഷരം ഉരിയാടിയില്ല. ഇതിനിടയ്ക്ക് 15 ദിവസം കർണാടകത്തിൽ വന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തി. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്, നോക്കണം, ഒരക്ഷരം വേണ്ടിയിട്ടില്ല. എന്നിട്ട് ഇനി എന്ത് ന്യായീകരണം ഉണ്ടാക്കിയിട്ടുണ്ട്? ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിനെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. അവിടെ സമാധാനം കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൽ യാതൊരു തർക്കവുമില്ല. ക്രിസ്ത്യൻ വോട്ടുകൾ ഇവിടുത്തെ ക്രിസ്ത്യൻ സഹോദരന്മാർ വോട്ട് ചെയ്യുന്ന വികസനത്തിന് യാതൊരു തർക്കവുമില്ല. ഒരു കാര്യം പറയാനിരിക്കണം, ഇവിടെ CAG കുറിച്ച് സൂചിപ്പിച്ചു. ഇത് ഭരണഘടനാ സ്ഥാപനമാണ്. എന്തുകൊണ്ട് കേന്ദ്ര സർക്കാർ പാർലമെന്റിനകത്ത് CAG റിപ്പോർട്ട് വെക്കുന്നില്ല എന്നൊക്കെ അരുൺ പരാമർശിക്കുകയുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് കേരളത്തിൽ CAG റിപ്പോർട്ടുണ്ട്? കഴിഞ്ഞ ദിവസം മലയാള പത്രത്തിൽ വന്ന ഒരു വാർത്ത, 7,100 കോടി രൂപയുടെ വീഴ്ച ഈ പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരിക്കുന്നെന്നാണ് CAG റിപ്പോർട്ട്. കേരളത്തിൻ്റെതാണ്. 2,000 കോടി രൂപ 2,000 കോടി രൂപ വലിയ കമ്പനികളിൽ നിന്ന്, കുത്തക കമ്പനികളിൽ നിന്ന് കേരളം പിരിച്ചെടുക്കുന്നില്ല. അത് പരാമർശിച്ചിരിക്കുന്ന റിപ്പോർട്ടിലാണ്. ഇവിടെ വലിയ കുത്തകകൾക്കൊപ്പം, വലിയ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾക്കൊപ്പം പറഞ്ഞു തീർക്കട്ടെ. അരുണേ, ഒരു കാര്യം കൂടി. അതുകൊണ്ടാണല്ലോ CMRL പോലെയുള്ള കരിമണൽ കുത്തകകൾക്ക് വേണ്ടി ഇവിടെ വീണയുടെ പേരിൽ മുഖ്യമന്ത്രി കൈക്കൂലി വാങ്ങിയിട്ടുള്ളത്. ഇവിടെ ഭൂപരിഷ്കരണ നിയമം പോലും കഴിഞ്ഞ ദിവസം വന്ന വാർത്ത അതാണ്. എത്ര 100 ഏക്കർ
ഭൂമി അത് ഒരാൾക്ക് കോൺഗ്രസ് കരാർ മാധ്യമ കൊടുത്തിരിക്കുന്നു. വാർത്തയാ. അപ്പോ ആരായിക്കോട്ടെ സുഹൃത്തെ, എന്തുകൊണ്ടാ അതിന് നടപടി സ്വീകരിക്കാൻ തയ്യാറാവാത്തത്? ഇത്രയും കോടി രൂപ, 2000 കോടി രൂപ. എന്തുകൊണ്ടാണ് CMR-നെതിരെ സമരം ചെയ്യാത്തത്? അല്ല, BJP നിലപാട് സ്വീകരിച്ചിട്ടുണ്ടല്ലോ. അല്ല, ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ പല കാര്യങ്ങളും മാധ്യമങ്ങളോടും ജനങ്ങളോടും പറഞ്ഞത് പിന്നീട് സത്യത്തിൽ അതായിരുന്നു ശരിയെന്ന് പലപ്പോഴും തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. CMR-ലും 135 കോടി രൂപയിൽ BJP-യുടെ നേതൃത്വത്തിലുള്ള ഒരു മാധ്യമ സ്ഥാപനത്തിന് കുറച്ച് പണം കിട്ടിയെന്നൊരു ആരോപണമുണ്ട്. അത് താങ്കൾ തെളിയിച്ചോളാം. BJP-യുടെ സ്ഥാപനമൊന്നുമല്ല. എന്തായാലും BJP-യുടെ സ്ഥാപനം താങ്കൾ തെളിയിച്ചോളൂ, കുഴപ്പമില്ല. ഞാൻ പറഞ്ഞല്ലോ, BJP സംസ്ഥാന അധ്യക്ഷനെ വിഷയത്തിൽ, CMR-ന്റെ വിഷയത്തിൽ, കരിമണൽ കർത്തവാരുടെ വിഷയത്തിൽ BJP ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. യാതൊരു തർക്കമില്ല കാര്യത്തിൽ. ജനാലിലേക്ക് വരാം. അതിനു മുമ്പ് ജിൻഡോ, ഈ CMRL വിഷയം, എക്സാലോജിക് വിഷയം, അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ പ്രചരണമാക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പ്രധാനപ്പെട്ട എതിരാളി നരേന്ദ്രമോദിയാണോ പിണറായി വിജയനാണോ എന്ന് ചോദ്യം മേഖല മുഴുവനും നിങ്ങളുടെ പ്രധാനപ്പെട്ട എതിരാളി പിണറായി വിജയനാണോ നരേന്ദ്രമോദിയാണോ എന്നൊരു ചോദ്യം സ്വാഭാവികമായി വരും. ഒരു സംശയം വേണ്ടല്ലോ. കേരളത്തിൽ ഞങ്ങൾക്ക് ഇവർ രണ്ടുപേരും തുല്യ ശത്രുക്കളാണ്. ഒരു സംശയം വേണ്ട. ഇദ്ദേഹം കുറെ കാര്യങ്ങൾ പറഞ്ഞില്ലേ, CMRL കർത്തയെ കുറിച്ചിട്ട്, ആ കമ്പനിയെ കുറിച്ചിട്ടൊക്കെ. ഇവരുടെ ED അന്വേഷണം തുടങ്ങിയ കാര്യം ഞാൻ അല്പം മുമ്പ് സംസാരിച്ചു. അല്ല, ഞാൻ ഒന്ന് പറയട്ടെ സുഹൃത്തെ, ഇവിടുത്തെ അന്വേഷണ ഏജൻസികൾ BJP ഒരിക്കലും ഒരാളുടെയും കൈക്ക് വിലം കിട്ടിട്ടില്ല. അന്വേഷണ ഏജൻസികൾ സ്വതന്ത്രമായി അന്വേഷിക്കട്ടെ, കുറ്റവാളികളെ പിടികൂടട്ടെ, ജയിലടക്കട്ടെ, തുറങ്കിലടക്കട്ടെ. എന്താ നിങ്ങൾക്ക് ഇപ്പൊ ഇത്ര ആശങ്ക? എന്താ അല്ല, ഈ നട്ടാക്കുരിക്കാത്ത നുണ പറയുമല്ലേ ഇടിയും വരുന്നുണ്ടോ ഞാൻ നോക്കിയതാ. ഈ മാതിരി നുണയൊക്കെ പറയാൻ നാണമാവില്ലേ സാർ? ഈ മനുഷ്യന്മാര് മുഴുവൻ ഇത് കണ്ടോണ്ടിരിക്കല്ലേ. നമ്മളിങ്ങനെ വെറുതെ ജയിക്കാൻ വേണ്ടി നുണ പറയരുത്. നിങ്ങൾ എന്തുകൊണ്ട് ഒന്ന് പറഞ്ഞോട്ടെ ചേട്ടാ, ഈ CMRL കർത്തയുടെ കയ്യിൽ നിന്ന്, അവരുടെ കമ്പനിയിൽ നിന്ന്, മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയിലേക്ക് പണം വന്നതിനെ കുറിച്ചിട്ട് ED അന്വേഷണം തുടങ്ങിയത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പാണ്. എന്നിട്ട് എന്തുകൊണ്ട് 3 വർഷക്കാലം ED ഒന്നും ചെയ്തില്ല? നിങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് ഒരു ബന്ധമില്ലെന്ന്. ബന്ധമില്ലെങ്കിൽ പിന്നെ BJP നേതാക്കന്മാർക്കെതിരെയുള്ള അന്വേഷണത്തിൽ ഒന്നും നടക്കുന്നില്ല. കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ കേസിൽ മാത്രം അന്വേഷണം നടക്കുന്നില്ല. ED നിങ്ങളുടെ ഏജൻസി അല്ലെന്ന് ഉറപ്പാണോ? നിങ്ങൾക്ക് 100% ഉറപ്പാണോ? BJP-യുടെ ജില്ലാ പ്രസിഡന്റ് അങ്ങനെ ഓൺ ചെയ്യുന്നുണ്ടോ? ED മാത്രമല്ല, ഇപ്പൊ അവിടെ പറഞ്ഞ NIA, കസ്റ്റംസ്, ഇതെല്ലാം സ്വകാര്യ അന്വേഷണ ഏജൻസികൾ. കേരള പോലീസ് പറഞ്ഞേക്കട്ടെ, അവർ സ്വതന്ത്രമായിട്ട് അന്വേഷണം നടത്തുന്ന ഏജൻസികൾ. സ്വതന്ത്ര അന്വേഷണ ഏജൻസികൾ. ഒരു തർക്കമില്ല കാര്യത്തിൽ. അതിലെവിടെയാ രാഷ്ട്രീയ ഇടപെടലുകളുള്ളത്? നമ്മുടെ ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് തൃക്കാക്കരയിലാണ്. തൃക്കാക്കരയിലേക്ക്, അതുപോലെ നമ്മുടെ കേരള സംസ്ഥാനത്തിന് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ മിക്ക സംസ്ഥാനങ്ങളിലേക്കും കേന്ദ്ര വിദ്യാലയം അനുവദിച്ചിരുന്നു. അത് മിക്ക സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ നടപ്പിലായി കഴിഞ്ഞു. കേരളത്തിൽ ഈ തൃക്കാക്കരയിലേക്ക് അനുവദിച്ചത് ഈ കേന്ദ്ര വിദ്യാലയം ഇതുവരെ ഇവിടെ സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കാനോ അതിനുള്ള നടപടിക്കോ ഇന്ന് വരെ സംസ്ഥാനം ഭരിക്കുന്ന LDF-നോ ഇവിടുത്തെ MLA-ക്കോ ഇവിടെ തൃക്കാക്കര നഗരസഭ ഭരിക്കുന്ന UDF ആണ്, അവർക്കൊന്നും സാധിച്ചിട്ടില്ല. വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ കഞ്ഞി കൊടുക്കാൻ പറ്റുന്നില്ല സർക്കാരിന്. അപ്പോഴല്ലേ ഹലോ, എനിക്ക് പറയാനുള്ളത് ഈ BJP-യുടെ സ്ഥാനാർത്ഥിയോടാണ്. ഈ നമ്മൾ വികസനം എന്ന് പറയുന്നു. ഈ ലോകത്ത് യുഗാണ്ട തുടങ്ങി, നോർവേ തുടങ്ങി, എല്ലാ രാജ്യങ്ങളിലും കഴിഞ്ഞ 10 കൊല്ലത്തിൽ വികസനം നടത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് 2G-ന്ന് 3G-ന്ന് 4G-ന്ന് 5G-ലായിട്ടുണ്ട്. അവിടെ റോഡ് പണിയുന്നുണ്ട്. ഈ ലോകത്തിൻ്റെ കാലഘട്ടത്തിൻ്റെ ഒരു തെളിവാണ് എല്ലാ രാജ്യങ്ങളിലും വികസനം എന്ന് പറയുന്നത്. ഇവിടെ മാത്രം അത് എടുത്തു പറയേണ്ട ഒരു ആവശ്യവുമില്ല. നിങ്ങളല്ല, വേറെ ആര് ഭരിച്ചാലും ഈ പറഞ്ഞ വികസനം, ബ്യൂറോക്രാറ്റ്സ് ഭരിച്ചാലും ശരി, ഈ വികസനം സമയപരിതമായിട്ട് നടക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ വികസനം നടക്കുന്നെന്ന് അംഗീകരിക്കുന്നു. അത് തർക്കവുമില്ല. ഇവിടെ ഒരു കാര്യം കൂടി, ഒറ്റ കാര്യം കൂടി. ഇപ്പോ 2014 ഇവിടെ NIA ആയിക്കോട്ടെ, കസ്റ്റംസ് ആയിക്കോട്ടെ, ED ആയിക്കോട്ടെ, ആ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ഒരാളെ പോലും മാറ്റിയിട്ടില്ല എന്ന് ആലോചിക്കണം. അവരെല്ലാം UPA-യുടെ കാലഘട്ടത്തിലും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുകാരും ഒരുമിച്ചിരുന്ന കാലഘട്ടത്തിലും അവരുടെ ഉദ്യോഗസ്ഥന്മാരായിരുന്നു. അവർ ഇപ്പോൾ ഉദ്യോഗസ്ഥന്മാരായി തുടരുന്നു. ആ ബ്യൂറോക്രാറ്റുകളായുള്ള ഉദ്യോഗസ്ഥന്മാർ അവരുടേതായ രീതി അന്വേഷിക്കുന്നു. നേതാക്കന്മാരുടെ അന്വേഷണം പെട്ടെന്ന് നിലയ്ക്കുന്നതിന്റെ കാരണം എന്താ? എവിടെ അന്വേഷണം നിലച്ചിരിക്കുന്നു? ഒരു സുവേന്ദു അധികാരി ബംഗാളിൽ, സുവേന്ദു അധികാരി ബംഗാളിൽ ഫലമായിട്ടുള്ള ആരോപണങ്ങളല്ലോ, മഹാരാഷ്ട്രയിൽ ആരോപണങ്ങളല്ല. ബോധ്യമുള്ളത് കൊണ്ടാണ് സമൻസ് അയച്ച് വിളിച്ച് അന്വേഷിച്ച് തെളിവെടുത്ത് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നു. അല്ല, ഞാൻ പറഞ്ഞേക്കട്ടെ, മുഖ്യമന്ത്രിയായി അല്ല സുവേന്ദു അധികാരി
ഉള്ളത് എപ്പോഴായി? ഒന്നും ഉണ്ടായിട്ടില്ല. അത് വെറും ആരോപണമാണ്. ശരി ശരി. ഇവിടെ LDF പ്രതിനിധിയോടാണ് ചോദ്യം. യഥാർത്ഥത്തിൽ നിങ്ങളിപ്പോൾ പറയുന്നു കേരളത്തിലെ പല ഇതിലും നമ്മൾ ഏറ്റവും കേരളത്തിൽ നമ്പർ 1 ആണെന്ന് പറയുന്നു. അപ്പോൾ ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ നമ്മൾ കടമെടുപ്പിൻ്റെ കാര്യത്തിൽ കേരളത്തിൽ ഇപ്പോൾ 8ാം സ്ഥാനമാണ്, 9ാം സ്ഥാനമാണ്. ഇനി ഒരു 8 പേരെ നമ്മുടെ മുന്നിലുള്ളൂ. അതിനേക്കാൾ കൂടുതൽ അപ്പോൾ 1ാം സ്ഥാനത്തേക്ക് എത്തിക്കും എന്നാണോ താങ്കൾ ഉദ്ദേശിച്ചത്? ഒരു കാര്യമോടെ ചോദിച്ചോട്ടെ. നിങ്ങൾ LDFും UDFും BJPയും ഒക്കെ ഓരോ തെരഞ്ഞെടുപ്പിലും നിങ്ങൾ വികസനം എന്ന് പറയുന്നു. ഞങ്ങളിപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ നേതൃത്വത്തിൽ ഒരു സമരം നടത്തി. ഈ സീപോർട്ട് എയർപോർട്ട് റോഡിൽ ട്രാഫിക് ബ്ലോക്കിന് ഒരു പരിഹാരം കാണാൻ വേണ്ടി ഒരു റൗണ്ട് അബൌട്ടോ ഒരു ഫ്ലൈ ഓവറോ വേണമെന്നുള്ളത്. ഇത്തരം വികസനമാണ് യഥാർത്ഥത്തിലുള്ള വികസനം. അതൊന്നും കാണാതെ നിങ്ങൾ ഈ ഊരാളുങ്കലിനെ മാത്രം പിടിച്ചുകൊണ്ടുള്ള വികസനത്തിന്റെ പ്രശ്നമാണ് ഈ ഞങ്ങളെല്ലാം അനുഭവിക്കുന്നത്. അതെ, ഊരാളുങ്കലിന്റെ കാര്യം ചോദിച്ചല്ലോ. ഇവിടെ ഒരു പാലമുണ്ട്, പാലാരിവട്ടം പാലം. അതെ, കമ്പിക്ക് പകരം വാഴപ്പിണ്ടി വെച്ചിട്ട് പൊളിച്ചു കളഞ്ഞതാ. ആ പാലം 6 മാസമായിരുന്നു കാലാവധി. 6 മാസം ഞാൻ പറഞ്ഞു കേട്ടെ. 6 മാസമായിരുന്നു ആ പാലത്തിന് കാലാവധി കൊടുത്തത്. അത് പണിയാൻ, രണ്ടാമത് പൊളിച്ചു പണിയാൻ 137 ദിവസം കൊണ്ട് ആ പാലത്തിന്റെ പണി പൂർത്തീകരിച്ച് ബാക്കി വന്ന പൈസ തിരിച്ചു കൊടുത്ത സൊസൈറ്റിയാണ് ഊരാളുങ്കൽ. നിക്ക്, ഇവിടെ ടെട്രോപാഡ് എന്ന് പറയുന്ന ഏറ്റവും വികസനം നമുക്കറിയാം. ചെല്ലാനം ഓരോ തവണ കടൽ ഇടിച്ചു കയറി ആ വീട്ടിലുള്ള മുഴുവൻ സാധനങ്ങൾ നശിക്കും ഓരോ മഴക്കാലത്തും. അവിടെ ടെട്രോപാഡ് ഉയർത്തി ഒരു തുള്ളി വെള്ളം ഒരു വീട്ടിലും കയറാത്ത തരത്തിൽ ചെല്ലാനത്തെ മാറ്റിയതും ഈ ഊരാളുങ്കൽ സൊസൈറ്റിയാ. ഞാൻ പറയട്ടെ, ഇത് വ്യവസായ നഗരമാണ് എറണാകുളം. എറണാകുളത്ത് വികസനത്തിന്റെ വലിയ പ്രശ്നമുണ്ട്. ഇപ്പോ നമുക്കറിയാം FACT പഴയ പ്രതാപകാലമല്ല, HLL അടച്ചുപൂട്ടൽ ഭീഷണിയെ നേരിട്ടുകൊണ്ടിരിക്കുന്നു. HMT 30,000 തൊഴിലാളികൾ ഉണ്ടായിരുന്നു. HMT അതുപോലെ തന്നെ ഓരോന്നെടുത്ത് നോക്കുക. നമുക്ക് ഷിപ്പ്യാർഡിന്റെ പഴയ പ്രതാപകാലമല്ല. അതുപോലെ കണ്ടെയ്നർ ടെർമിനൽ വരാൻ പോകുന്നു. ലക്ഷക്കണക്കിന് ആളുകൾക്ക് ജോലി കൊടുക്കുന്നു പറഞ്ഞു. അവിടെ പണി പൂർത്തീകരിച്ചു, പുതുതായിട്ട് ജോലിയില്ല. സീപോർട്ട് എയർപോർട്ട് റോഡ്, അതുപോലെ കണ്ടെയ്നർ റോഡിന്റെ അവസ്ഥ, ഒരു വഴിവിളക്ക് പോലും ഇല്ല കണ്ടെയ്നർ റോഡിൽ. രാത്രി അതിലൂടെ ബൈക്കിൽ പോലും യാത്ര ചെയ്യാൻ നമ്മൾ വരണ്ടു പോവുകയാണ്. വികസനം ഇല്ലാത്ത എറണാകുളത്തിന്റെ വ്യവസായ നഗരി അടുത്ത പ്രതിസന്ധി കണ്ടെയ്നർ റോഡിലൂടെ പോകുന്ന യാത്രക്കാർ ഹൈബീഡിന് വോട്ട് കൊടുക്കുമോ എന്നാണ് ചോദ്യം. അരുൺകുമാറെ, ഇതിൽ എനിക്കൊരു ഒറ്റ അഭിപ്രായമുള്ളൂ. ഇദ്ദേഹം പറഞ്ഞ കുറെ സ്ഥാപനം കുറെ പ്രശ്നങ്ങൾ പറഞ്ഞല്ലോ. ചേട്ടാ ഞാനൊന്ന് പറഞ്ഞോട്ടെ ചേട്ടാ. ഈ പറഞ്ഞ കുറെ സ്ഥാപനങ്ങളും സാഹചര്യങ്ങളും പറഞ്ഞല്ലോ. ഈ 8 വർഷക്കാലമായിട്ട് ഇവരെന്ത് ചെയ്യുമായിരുന്നു? ഇവർക്കിത് ചെയ്യാമായിരുന്നല്ലോ. പൊതുമേഖലാ സ്ഥാപനങ്ങളെ ഞാൻ പറയാം. 1000 കോടി രൂപയുടെ പൊതുമേഖലാ സ്ഥാപനം കേന്ദ്രം വിറ്റപ്പോ ആ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഏറ്റെടുത്ത് നടപ്പാക്കാൻ അന്തസ്സോടെ രംഗത്ത് വന്ന് തിരുവനന്തപുരം വിമാനത്താവളം ചോദിച്ചു, തന്നില്ല. ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ഫാക്ടറി, ഹിന്ദു ദിനപത്രം അടക്കം 8 പത്രങ്ങൾ അച്ചടിക്കുന്നത് ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ഫാക്ടറി ഇവരടച്ചുപൂട്ടിയതാ. അവരടച്ചുപൂട്ടിയത് നിയമ പോരാട്ടം നടത്തി ഞങ്ങൾ ഏറ്റെടുത്തതാ. പൊതുമേഖലാ സ്ഥാപനങ്ങൾ സംരക്ഷിക്കുന്നത് ഇടതുപക്ഷമാണ്. ഇടതുപക്ഷം ഇവിടെ നമ്മുടെ ക്രോംപ്ടൺ ഗ്രീവ്സ് ഒരു ബൾബ് ഉണ്ടായിരുന്നു. ക്രോംപ്ടൺ ഗ്രീവ്സ് അത്താണിയിലെ സ്ഥാപനം അടച്ചുപൂട്ടി. 2000 തൊഴിലാളികളായിരുന്നു. 2000 തൊഴിലാളികൾ. ക്രോംപ്ടൺ ഗ്രീവ്സ് ബൾബ് ഉൽപാദന സ്ഥാപനമാണ്. പെരുമ്പാവൂർ റയോൺസ് 2000 തൊഴിലാളികളായിരുന്നു. അടച്ചുപൂട്ടി. എവിടെ പോയവർക്കെല്ലാം. അതുപോലെ പ്രീമിയർ കേബിള്, തോഷിബ ആനന്ദ ബാറ്ററി, പ്രതാപകാലമല്ല. ഷിപ്പ്യാർഡ്, കൊച്ചി ഷിപ്പ്യാർഡിലെ 20,000 നേരെ ഗുജറാത്തിലേക്ക് കൊണ്ടുപോയി, അല്ല ഉത്തർപ്രദേശിലേക്ക് കൊണ്ടുപോയി. 20,000 കോടി രൂപയുടെ ഒരു സംരംഭം INS വിക്രാന്ത് കൊച്ചിൻ ഷിപ്പ്യാർഡിൽ ഇറങ്ങിയത് ആത്മനിർഭർ ഭാരതിന്റെ ഏറ്റവും ഉദാത്തമായ ഒറ്റ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. വികസനം എന്ന് പറഞ്ഞുകൊണ്ട് വലിയ ബഹളം ഉണ്ടാക്കുന്നുണ്ട്. തൃക്കാക്കരയിൽ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് എറണാകുളത്തേക്ക് പോകാനായിട്ടൊരു ബസ് ഉണ്ടാവില്ല. ഇവിടുന്ന് KSRTC ഇല്ല, പ്രൈവറ്റ് ഇല്ലാത്ത MLA പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. സർക്കാരിന്റെ കയ്യിൽ 10 പൈസ ഇല്ലാത്തപ്പോ MPയും MLA കുറ്റം പറഞ്ഞിട്ടുള്ള MLA MPയെ കുറ്റം പറഞ്ഞു. ഇവിടെ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ ഇവിടെ സർക്കാരിന്റെ കയ്യിൽ പണമില്ലാത്ത സർക്കാരിന്റെ കയ്യിൽ MLAക്കും MPക്കും എന്ത് ചെയ്യാൻ സാധിക്കും? ഈ ചോദ്യങ്ങളാണ് ഈ ജനകീയ ഉത്സവത്തിൽ ഉയർന്നു കേൾക്കേണ്ടത്. ആ ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യയുടെ വിധി നിശ്ചയിക്കുന്ന നിർണായകമായ പടയോട്ടത്തിന് അംഗം കുറിച്ചു കഴിഞ്ഞിരിക്കുന്നു. പടക്കളത്തിലേക്ക് പടക്കുതിരകൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇനിയും സ്ഥാനാർത്ഥികൾ വരുന്നതോടെ തെരഞ്ഞെടുപ്പ് അന്തരീക്ഷം ചൂടുപിടിക്കും. വീണ്ടും കുരുക്ഷേത്രമെത്തും മറ്റൊരു ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും. അതുവരെ നന്ദി, നമസ്കാരം.